നമ്മുടെ സൈക്കോളജിസ്റ്റായിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള നമ്മുടെ വിദ്യ ടീച്ചർ തന്നെയാണ്. വിദ്യ ടീച്ചറെ ഏറ്റവും ഹൃദ്യമായ രീതിയിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാ സ്നേഹ സൗകര്യങ്ങൾക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലാസ്സിനെ ശ്രദ്ധ നൽകുന്ന അഞ്ജലി ടീച്ചറിനും ഇത്തരം ഒരു വേദി നമുക്കായി ഒരുക്കിയ അധ്യാപക കൂട്ടം ക്രിയേറ്റർ രതീഷ് മാഷിനെയും ഏറ്റവും സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു ആശ ടീച്ചറെ. ക്ലാസ് നയിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീവിദ്യ ടീച്ചറിനെ ക്ഷണിക്കാം. ഗുഡ് ഈവനിങ് എവരിബഡി. നമ്മൾ കഴിഞ്ഞ ദിവസം സാർ ക്ലിയർ ആണോ? ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അന്ന് നമ്മൾ ബഹുമുഖ ബുദ്ധി പറയാൻ വന്നിട്ട് നമുക്കത് പറയാൻ സാധിച്ചില്ല, സമയം പോയി. നമ്മൾ ഇന്ന് ബഹുമുഖ ബുദ്ധി മുതലാണ് തുടങ്ങുന്നത്. ആ ബഹുമുഖ ബുദ്ധി മുതൽ ഇങ്ങോട്ട് തുടങ്ങുമ്പം അവിടെ നിന്നുള്ള കുറേയധികം ക്വസ്റ്റ്യൻ മോഡലുകൾ, അതായത് കുറെ വർഷങ്ങളിലായിട്ട് ചോദിച്ച് നിർത്തിയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസും കൂടെ നമുക്കൊന്ന് നോക്കിപ്പോകാം ഇന്ന്. അപ്പൊ ആദ്യമേ ഞാൻ എന്താണ് ബഹുമുഖ ബുദ്ധി, ഏതൊക്കെയാണ് ബഹുമുഖ ബുദ്ധികൾ എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു. അതുവഴി നമ്മൾ വൈകാരിക ബുദ്ധിയിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ട്രയാർക്കിക് സിദ്ധാന്തം, ഇത്രയുമാണ് ഞാൻ ഇന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനുശേഷം ആ ക്വസ്റ്റ്യൻ മോഡലുകളും കൂടി ഒന്ന് നോക്കിപ്പോകാം. ഇപ്പൊ ബഹുമുഖ ബുദ്ധി നമുക്ക് എല്ലാവർക്കും അറിയാം, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നു. അതായത് മനുഷ്യന്റെ ബുദ്ധിക്ക് ബഹുമുഖങ്ങൾ ഉണ്ട് എന്ന് സിദ്ധാന്തിച്ചത് ജ്ഞാനനിർമ്മിതിവാദിയായ ഹവാർഡ് ഗാർഡ്നർ ആണ്. അപ്പൊ ബഹുമുഖ ബുദ്ധിയുടെ ഉപജ്ഞാതാവ് ജ്ഞാനനിർമ്മിതിവാദിയായ ഹവാർഡ് ഗാർഡ്നർ ആണ്. ഇനി ഞാൻ പറയുന്നത് അദ്ദേഹം എഴുതിയ 2 പുസ്തകങ്ങളെ പറ്റിയാണ്. അതൊന്ന് മനസ്സിലാക്കിക്കോണം. ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന ഒരു പുസ്തകം അദ്ദേഹം 1983 എഴുതിയിട്ടുണ്ട്. ഫ്രെയിംസ് ഓഫ് മൈൻഡ്. രണ്ടാമത് അദ്ദേഹം 1999 മറ്റൊരു പുസ്തകം എഴുതിയതാണ് ഇന്റലിജൻസ് റീഫ്രെയിംഡ്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഫോർ ദ 21st സെഞ്ചുറി എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഇന്റലിജൻസ് റീഫ്രെയിംഡ്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഫോർ ദ 21st സെഞ്ചുറി. ഇതാണ് അദ്ദേഹം എഴുതിയ 2 പുസ്തകങ്ങൾ. നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ ബഹുമുഖ ബുദ്ധി MI, മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, അത് 9 എണ്ണമാണ് കണക്കാക്കിയിരിക്കുന്നത്. 9 ബഹുമുഖ ബുദ്ധി ഒരാളിലല്ല 9 ബഹുമുഖ ബുദ്ധി ഉള്ളതായിട്ടാണ് അദ്ദേഹം സിദ്ധാന്തിച്ചിരിക്കുന്നത്. അതിൽ 7 എണ്ണത്തെ പറ്റി അദ്ദേഹം ഈ ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന തന്റെ പുസ്തകത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ 7 ബുദ്ധികൾ ഫ്രെയിംസ് ഓഫ് മൈൻഡിലും, പിന്നെ പ്രകൃതിപര ബുദ്ധിയും അതുപോലെ തന്നെ അസ്തിത്വപരമായ ബുദ്ധിയും അദ്ദേഹം ആഡ് ചെയ്തിരിക്കുന്നത് തന്റെ രണ്ടാമത്തെ പുസ്തകമായ ഇന്റലിജൻസ് റീഫ്രെയിംഡ്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഫോർ ദ 21st സെഞ്ചുറി എന്ന് പറയുന്ന പുസ്തകത്തിലാണ്. അപ്പം അറിയാം ബുദ്ധി ഏതൊക്കെയാണെന്നൊന്ന് പറയാം. ഭാഷാപരമായ ബുദ്ധി, വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്, അതെല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ബുദ്ധികൾ. രണ്ടാമത്തേത് യുക്തി ചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി, ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. 3 ദൃശ്യ സ്ഥലപര ബുദ്ധി, വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇന്റലിജൻസ്. 4 ശാരീരിക ചലനപരമായ ബുദ്ധി, ബോഡിലി കിനസ്തെറ്റിക് ഇന്റലിജൻസ്. 5 സംഗീതപരമായ ബുദ്ധി, മ്യൂസിക്കൽ ഇന്റലിജൻസ്. 6 വ്യക്ത്യാന്തര ബുദ്ധി, ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ്. അടുത്തത് ആന്തരിക വൈയക്തിക ബുദ്ധി, ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ്. അത് രണ്ടും കൂടെ തിരിഞ്ഞു പോകരുത്. വ്യക്ത്യാന്തര ബുദ്ധിയും ആന്തരിക വൈയക്തിക ബുദ്ധിയും കൂടെ തിരിഞ്ഞു പോകരുത്. വ്യക്ത്യാന്തര ബുദ്ധി ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസും ആന്തരിക വൈയക്തിക ബുദ്ധി ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസുമാണ്. പിന്നെ രണ്ടാമത്തെ ബുക്കിൽ അദ്ദേഹം കൂട്ടിച്ചേർത്ത 2 ബുദ്ധികളായ പ്രകൃതിപരമായ ബുദ്ധി അഥവാ നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്, 9ാമത്തെ അസ്തിത്വപരമായ ബുദ്ധി അഥവാ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്. ഇങ്ങനെ 9 ബുദ്ധിക്ക് 9 ഘടകങ്ങൾ ഉണ്ട് എന്നാണ് ഹവാർഡ് ഗാർഡ്നർ സിദ്ധാന്തിച്ചിരിക്കുന്നത്. നമുക്ക് അതിൽ ഓരോന്നും എന്താണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേതാണ് ഭാഷാപരമായ ബുദ്ധി.
നമുക്കറിയാം ലോകത്തിൽ ഏത് സംസ്കാരത്തിൽ വളർന്നവർക്കും ഭാഷ പ്രയോഗിക്കാനുള്ള ഒരു കഴിവുണ്ടെന്നും, അതായത് ജന്മസിദ്ധമായ ഒരു ഭാഷാ ഘടകം എല്ലാവരിലും ഉണ്ട്. അത് ആരാണ് പറഞ്ഞത്? ജന്മസിദ്ധമായ ഒരു ഭാഷാ ഘടകം എല്ലാവരിലും ഉണ്ടെന്ന് നോം ചോംസ്കി. അതെ അതെ, നോം ചോംസ്കി ആണ് പറഞ്ഞത് ജന്മസിദ്ധമായ ഭാഷാ ഘടകം എല്ലാവരിലും ഉണ്ട്. അപ്പൊ അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പം പക്ഷെ ഓരോ വ്യക്തിയും ഈ ഭാഷയിൽ നിർമ്മാണം നടത്തുന്നതിലും ഭാഷ ഉപയോഗിക്കുന്നതിലുമൊക്കെ വ്യത്യസ്തരായിരിക്കും. അപ്പം ആ വ്യത്യാസം എല്ലാവരിലും എപ്പോഴും നിലനിൽക്കും. അത് ഈ ഭാഷാപരമായ ബുദ്ധിയുടെ ഏറ്റക്കുറച്ചിലുകളൊക്കെ അനുസരിച്ചാണ് വരുന്നത്. എന്താണ് ഭാഷ ഉപയോഗിക്കുന്നുള്ള ബുദ്ധി എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുന്നതിനും പുതിയ ആശയങ്ങൾ സ്വീകരിക്കുന്നതിനും ആശയവിനിമയത്തിനും ഫലപ്രദമായി ഭാഷ ഉപയോഗിക്കുന്നതിനുള്ള ഒരു ബുദ്ധിയാണ് ഭാഷാപരമായ ബുദ്ധി എന്ന് പറയുന്നത്. അതായത് പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുന്നതിനും പുതിയ ആശയങ്ങൾ സ്വീകരിക്കുന്നതിനും ആശയവിനിമയം നടത്തുന്നതിനും ഫലപ്രദമായി ഭാഷ ഉപയോഗിക്കാം. ഇതാണ് ഭാഷാപരമായ ബുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ഭാഷാപരമായ ബുദ്ധിയുടെ സവിശേഷതകൾ, അല്ലെങ്കിൽ ഭാഷാപരമായ ബുദ്ധിയുള്ള ഒരാളുടെ സവിശേഷതകൾ എന്ന്? ഉയർന്ന ശ്രവണശേഷിയായിരിക്കും അവർക്കുള്ളത്. ഉയർന്ന ശ്രവണശേഷി, വായന ലേഖന പ്രവർത്തനങ്ങളുടെ ആസ്വാദനം, അവർ എഴുതാനും വായിക്കാനും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. അനായാസവും കൃത്യവുമായ പദപ്രയോഗം അവരിൽ നിന്ന്, നമ്മൾ പറയില്ലേ അനർഗള നിർഗളം ഒക്കെ ഭാഷ അവരിൽ നിന്നും നമ്മൾ പറയും. ഏറ്റവും നല്ല പ്രാസംഗികനായിട്ട് സുകുമാർ അഴീക്കോട് സാറിനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അവരെയൊക്കെ വാഗ്ദേവത അനുഗ്രഹിച്ചു വിട്ട നമ്മുടെ ഭാഷാപരമായ ബുദ്ധിയിൽ ഏറ്റവും ഉന്നതിയിൽ നിന്നിരുന്ന ഒരാളായിരുന്നു സുകുമാർ അഴീക്കോട് സാർ. അങ്ങനെയുള്ള ആളുകൾ. അതുപോലെ തന്നെ ഒഴുക്കോടെ ഭാഷ പ്രയോഗിക്കാനുള്ള കഴിവ്, ഇതൊക്കെയും ഭാഷാപരമായ ബുദ്ധിയുടെ സവിശേഷതകളാണ്. ഇനി അടുത്തത് പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തിലെ ബ്രോക്ക വെർണിക്ക, ആ രണ്ട് പദങ്ങൾ ഒന്ന് എഴുതി സൂക്ഷിച്ചോണം. മസ്തിഷ്കത്തിലെ ബ്രോക്ക വെർണിക്ക, രണ്ട് ഭാഗങ്ങളാണ്, ബ്രോക്കയും വെർണിക്കയും. ഈ ഭാഗങ്ങളിലാണ് ഭാഷാപരമായ ശേഷിയുടെ സ്ഥാനം. അപ്പൊ നമ്മളുടെ മസ്തിഷ്കത്തിലെ ബ്രോക്ക വെർണിക്ക എന്ന് പറയുന്ന ഈ രണ്ട് ഭാഗങ്ങളിലാണ് ഭാഷാപരമായ ശേഷിയുടെ സ്ഥാനം. ഇവയ്ക്ക് ക്ഷതം സംഭവിച്ചാൽ അവയുമായി ബന്ധപ്പെട്ട ഭാഷാപരമായ ശേഷി ഇല്ലാതാവുകയും ചെയ്യും. അപ്പം ഏതൊക്കെയാണ്? ബ്രോക്ക ആൻഡ് വെർണിക്ക. അതില് വെർണിക്ക എന്ന് പറയുന്ന ഭാഗം ആശയ സ്വീകരണത്തിനും ബ്രോക്ക ആശയ പ്രകടനത്തിനും ഉപയോഗിക്കുന്നു. വെർണിക്ക എന്ന് പറയുന്ന ഭാഗം ആശയം സ്വീകരിക്കാൻ നമ്മളെ സഹായിക്കുന്നു. ബ്രോക്ക എന്തിനാണ്? ആശയം പ്രകടിപ്പിക്കുന്നതിനും സഹായിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗങ്ങളാണ്. നമുക്കറിയാം ബധിരരായ ആളുകൾ പോലും അവരുടേതായ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് അവർക്ക് ഈ ഭാഷാപരമായ ബുദ്ധി ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഭാഷാപരമായ ബുദ്ധി കുട്ടികളിൽ ഉണ്ടാകണമെങ്കിൽ അധ്യാപകർ തങ്ങളുടെ ക്ലാസ് റൂമുകളിൽ ചില തരത്തിലുള്ള പഠന രീതികൾ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഭാഷാപരമായ ബുദ്ധിയുടെ വികാസത്തിനായി അധ്യാപകർക്ക് ക്ലാസ് റൂമുകൾ നൽകാവുന്ന ചില പഠന പ്രവർത്തനങ്ങളാണ് സംവാദങ്ങള്, ചർച്ചകൾ, സെമിനാറുകൾ, പ്രഭാഷണങ്ങൾ, വൈവിധ്യമുള്ള ഭാഷാരൂപങ്ങളുടെ രചനകൾ, അതായത് ഇപ്പൊ കവിത, കഥ, അതുപോലെ ഉപന്യാസം, അങ്ങനെയൊക്കെയുള്ള ഭാഷാരൂപങ്ങളുടെ രചനകള്, പിന്നെ അഭിമുഖം, ഇങ്ങനെയൊക്കെയുള്ള പ്രകടനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളിലൂടെ അധ്യാപകർക്ക് കുട്ടികളുടെ ഭാഷാപരമായ ശേഷി, ഭാഷാപരമായ ബുദ്ധി വികസിപ്പിക്കാൻ സാധിക്കും. അപ്പൊ അതിനകത്ത് പ്രധാനമായും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അവയുടെ സവിശേഷതകളാണ്. അതുപോലെ തന്നെ ഈ വെർണിക്ക, അതുപോലെ ബ്രോക്ക. വെർണിക്ക ആശയ സ്വീകരണത്തിനും ബ്രോക്ക ആശയ പ്രകടനത്തിനും ഉപയോഗിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗങ്ങളാണ്. രണ്ടാമത്തെ ബഹുമുഖ ബുദ്ധിയിലെ രണ്ടാമത്തെ ഘടകമാണ് യുക്തി ചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി, ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് എന്ന് പറയും. നമുക്ക് യുക്തിപൂർവം ചിന്തിക്കാനും ആശയങ്ങളുടെ പരസ്പര ബന്ധം കണ്ടെത്തുന്നതിനും അമൂർത്ത ചിന്തനത്തിനും കഴിയുന്നത് ഈ ബുദ്ധി ഉള്ളതിനാലാണ്. അപ്പൊ നമുക്ക് യുക്തിപൂർവം ചിന്തിക്കാനും ആശയങ്ങളുടെ പരസ്പര ബന്ധം കണ്ടെത്തുന്നതിനും അമൂർത്തമായി ചിന്തിക്കുന്നതിനും കഴിയുന്നത് ഈ ബുദ്ധി ഉള്ളതിനാലാണ്. വളരെ വ്യത്യസ്തമായ തരത്തിലാണ് ഈ ബഹുമുഖ ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നത്. അപ്പൊ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. യുക്തിപൂർവം ചിന്തിക്കുന്നതിനും
ആശയങ്ങളുടെ പരസ്പര ബന്ധം കണ്ടെത്തുന്നതിനും അമൂർത്ത ചിന്തനത്തിനും കഴിയുന്നത് ബഹുമുഖ ബുദ്ധിയിലെ ഏത് ബുദ്ധി കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ നമുക്ക് പാറ്റേണുകൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്തിലെ യുക്തി കണ്ടെത്തുക, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചിട്ടയായും ക്രമമായും ചെയ്യുക, പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഏർപ്പെടുക, അറിവുകൾ സ്വയം പരിശോധിച്ച് ബോധ്യപ്പെടുക. എനിക്ക് എന്തൊക്കെ അറിയാം എന്നുള്ള കാര്യം ഞാൻ സ്വയം പരിശോധിച്ച് ബോധ്യപ്പെടുന്നു. ശാസ്ത്രീയമായ വിശകലന രീതി സ്വീകരിക്കുക, നിഗമനാത്മക ചിന്താരീതി പ്രകടിപ്പിക്കുക തുടങ്ങിയവയ്ക്കും നിദാനമായി വർത്തിക്കുന്നത് യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധിയാണ്. അപ്പൊ കുറേയധികം നമ്മളിലുള്ള യുക്തിപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് നമ്മളെ സഹായിക്കുന്നത് ഈ യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി തന്നെയാണ്. അവർക്ക് കൊടുക്കാവുന്ന അതായത് ലോജിക്കൽ ഇന്റലിജൻസിന് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി കുട്ടികൾക്ക് നൽകുന്ന ചില പ്രവർത്തനങ്ങളാണ് ചാർട്ടുകൾ, ഗ്രാഫുകൾ, പട്ടികകൾ തയ്യാറാക്കാൻ. ചാർട്ടുകൾ തയ്യാറാക്കാൻ പറയാം, പട്ടികകൾ, അതുപോലെ ഗ്രാഫുകൾ, ഇതൊക്കെ തയ്യാറാക്കാൻ കുട്ടികളോട് ആവശ്യപ്പെടാം. പിന്നെ പാറ്റേണുകൾ ക്രമപ്പെടുത്തൽ, പാറ്റേണുകൾ പൂർത്തിയാക്കൽ, ഈ പ്രവർത്തനങ്ങൾ. അതുപോലെ പരസ്പര ബന്ധം കണ്ടെത്തുക, ചോദ്യം ചോദിക്കൽ, പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഏർപ്പെടൽ, അളക്കൽ, തരംതിരിക്കൽ, പ്രശ്ന പരിഹരണം, പ്രവചനം, ഇതൊക്കെയും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ കുട്ടികൾക്ക് നൽകുന്നതിലൂടെ കുട്ടികളുടെ യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അവിടെ തന്നെ നോക്കി പ്രശ്ന പരിഹരണം എന്ന പ്രവർത്തനം ക്ലാസ് റൂമുകളിൽ നൽകുന്നത് കുട്ടിയുടെ ഏത് ബുദ്ധി, മൾട്ടിപ്പിൾ ഇന്റലിജൻസിലെ ബുദ്ധിയുടെ ഏത് ഘടകം ഡെവലപ്പ് ചെയ്യുന്നതിനാണെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ അത് പ്രശ്ന പരിഹരണം എന്ന് പറയുന്നത് യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധിയുടെ വികസനത്തിന് വേണ്ടിയാണ് നൽകുന്നത്. മൂന്നാമത്തേതാണ് ദൃശ്യസ്ഥലപര ബുദ്ധി അഥവാ വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇന്റലിജൻസ്. വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇന്റലിജൻസ് വസ്തുക്കളുടെ സ്ഥാനനിർണയം നടത്തുന്നതിനും ഭാവനയിൽ കാണുന്നതിനും മനോചിത്രങ്ങൾ നടത്തുന്നതിനും സഹായിക്കുന്നത് ദൃശ്യസ്ഥലപരമായ ബുദ്ധിയാണ്. ഓരോ വസ്തുക്കളുടെ സ്ഥാനം, അതുപോലെ കാര്യങ്ങൾ ഭാവനയിൽ കാണുന്നതിന് കുട്ടികൾക്ക് ഏറ്റവും ഉണ്ടാകേണ്ട ഒരു കഴിവാണ്. അവർക്കൊരു നല്ല ഭാവന ഡെവലപ്പ് ചെയ്യണം. കുട്ടികളുടെ ശിശുപ്രകൃതത്തിലെ തന്നെ ഒരു ഘടകമാണ്, ഒരു ശിശുപ്രകൃതമാണ് ഭാവന ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഭാവനയിൽ കാണുന്നതിനും മനോചിത്രങ്ങൾ നടത്തുന്നതിനും, മനോചിത്രണം അതായത് എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയൊക്കെ മെന്റൽ കൺസ്ട്രക്ട്സ്, മനോചിത്രം കുഞ്ഞുങ്ങൾ രൂപീകരിക്കുന്നതിനും അവരെ സഹായിക്കുന്നത് ഈ ദൃശ്യസ്ഥലപരമായ ബുദ്ധി ഉള്ളതുകൊണ്ട്. കുഞ്ഞുങ്ങളെ മാത്രമല്ല എല്ലാവർക്കും ദൃശ്യസ്ഥലപരമായ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് ഇതിനൊക്കെയും സാധ്യമാകുന്നത്. അതുപോലെ വിവിധ രൂപങ്ങൾ നിർമ്മിക്കുന്നതിനും ത്രിമാന രൂപങ്ങളും, 3 ഡയമെൻഷണൽ ത്രിമാന രൂപങ്ങളും ബിംബങ്ങളും ഉൾക്കൊള്ളുന്നതിനും നമുക്ക് കഴിയുന്നത് ഈ പറഞ്ഞ സ്പേഷ്യൽ ആൻഡ് വിഷ്വൽ ഇന്റലിജൻസ് ഉള്ളത് കൊണ്ടാണ്. അതായത് പല രൂപങ്ങൾ നമ്മൾ നിർമ്മിക്കുക, ത്രിമാന രൂപങ്ങളും അതുപോലെ ബിംബങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കുക, ഇതൊക്കെയും നമ്മളുടെ ഈ ഒരു ബുദ്ധിശക്തി ഉള്ളവർക്കാണ് സാധിക്കുന്നത്. ഈ ബുദ്ധിശക്തിയുടെ ഇരിപ്പിടം എവിടെയാണെന്ന് നോക്കാം. മസ്തിഷ്കത്തിന്റെ വലതുവശത്തെ അർദ്ധഗോളത്തിലാണ് ദൃശ്യസ്ഥലപര ബുദ്ധിയുടെ സ്ഥാനം. മസ്തിഷ്കത്തിന്റെ വലതുവശത്തെ അർദ്ധഗോളത്തിലാണ് ദൃശ്യസ്ഥലപര ബുദ്ധിയുടെ സ്ഥാനം. ഭാഷാപരമായ ബുദ്ധി എവിടെയായിരുന്നു മസ്തിഷ്കത്തില്? ആ ഭാഗങ്ങൾ ഏതായിരുന്നു? വെർണിക്കയിലാണ്. അപ്പം നമ്മളുടെ ദൃശ്യസ്ഥലപരമായ ബുദ്ധി മസ്തിഷ്കത്തിന്റെ വലതുവശത്തെ അർദ്ധഗോളത്തിലാണ്. അതുപോലെ തന്നെ നമ്മൾ അവിടെ ഭാഷാപരമായ ബുദ്ധിയിൽ നമ്മൾ ബധിരരായവർക്ക് അവരുടേതായ ഭാഷ രൂപീകരിക്കാൻ കഴിയുന്നത് ഭാഷാപരമായ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞതുപോലെ അന്ധരായ ആളുകൾക്ക് നിശ്ചിത രൂപം തിരിച്ചറിയാൻ കഴിയുന്നത് സ്പേഷ്യൽ ആൻഡ് വിഷ്വൽ ഇന്റലിജൻസ് ഉള്ളത് കൊണ്ടാണ്. ദൃശ്യസ്ഥലപരമായ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് അന്ധരായ ആളുകൾക്ക് നിശ്ചിത രൂപം തിരിച്ചറിയാൻ സാധിക്കുന്നത്. പിന്നെ ഭൂപടങ്ങൾ, ചാർട്ടുകൾ, ഡയഗ്രം എന്നിവ വായിക്കുന്നതിനും പ്രതീകങ്ങളെയും ചിത്രങ്ങളെയും കുറിച്ച് ചിന്തിക്കുന്നതിനും ചിത്രീകരിക്കുന്നതിനും ഉള്ള കഴിവ് ദൃശ്യസ്ഥലപര ബുദ്ധിയെ ആശ്രയിച്ചിരിക്കും.
അപ്പൊ നമ്മൾ ക്ലാസ്സുകളിൽ ഭൂപടങ്ങള്, ഗ്രാഫുകള്, ചില ഡയഗ്രാംസ് ഇതൊക്കെ നമ്മൾ കുട്ടികളെയും കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ തന്നെ വായിക്കാറുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾക്ക് കഴിയുന്നത് ഈ പറഞ്ഞ ദൃശ്യസ്ഥലപരമായ ബുദ്ധി നമ്മൾക്കുള്ളത് കൊണ്ടാണ് ഇതിനൊക്കെയും കഴിയുന്നത്. എന്തൊക്കെ പ്രവർത്തനങ്ങൾ ദൃശ്യസ്ഥലപരമായ ബുദ്ധിയുടെ ഡെവലപ്മെന്റിനായി ക്ലാസ്സുകളിൽ കൊടുക്കാമെന്ന് ചോദിച്ചാൽ, ചിത്രങ്ങൾക്ക് നിറം കൊടുക്കൽ. ചെറിയ ക്ലാസ്സുകളിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നൽകുന്ന പ്രവർത്തനങ്ങളാണ് കളർ ചെയ്യാൻ. അതുപോലെ കൊളാഷ് നിർമ്മിക്കുക, പോസ്റ്ററുകൾ നിർമ്മാണം, നിറങ്ങളെ സംയോജിപ്പിക്കൽ, 1 2 3 നിറങ്ങൾ ചേർത്തുകൊണ്ട് പുതിയൊരു നിറം ഉണ്ടാക്കുക. ഈ പ്രവർത്തനങ്ങളൊക്കെ, അതുപോലെ ചിത്രരചന തുടങ്ങിയവയൊക്കെ കുഞ്ഞുങ്ങളുടെ ദൃശ്യസ്ഥലപര ബുദ്ധി ഡെവലപ്പ് ചെയ്യുന്നതിന് ക്ലാസ് റൂമുകളിൽ നൽകാൻ പറ്റുന്ന പ്രവർത്തനങ്ങളാണ്. അടുത്തത് 4ാമത്തെ ബുദ്ധിയാണ് ശാരീരിക ചലനപരമായ ബുദ്ധി, ബോഡിലി ആൻഡ് കിനസ്തെറ്റിക് ഇന്റലിജൻസ് എന്ന് പറയും. അത് ഒരാളുടെ ശരീരത്തെ അതിന്റെ ഉയർന്ന സാധ്യതകളിൽ അല്ലെങ്കിൽ സാധ്യമായ ഉയർന്ന തലങ്ങളിൽ, അതായത് നമ്മളുടെ സ്പോർട്സ് താരങ്ങളും നൃത്തനാട്യ കലാകാരന്മാരുമൊക്കെ പ്രയോജനപ്പെടുത്തുന്നത് പോലെ ഉപയുക്തമാക്കാനുള്ള ഒരു കഴിവാണ്, ഒരു ബുദ്ധിയാണ് ശാരീരിക ചലനപരമായ ബുദ്ധി എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ശരീരത്തെ അതിന്റെ ഏറ്റവും ഉയർന്ന സാധ്യതയിൽ അല്ലെങ്കിൽ സാധ്യമായ ഏറ്റവും ഉയർന്ന തലത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ബുദ്ധിയാണ് ശാരീരിക ചലനപരമായ ബുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, സ്പോർട്സ് താരങ്ങൾക്ക്, അതുപോലെ നൃത്തം ചെയ്യുന്ന ആളുകൾ, ഇവരിലൊക്കെയും ശാരീരിക ചലനപരമായ ബുദ്ധിയാണ് കൂടുതലായും കാണാൻ സാധിക്കുന്നത്. അവർക്ക് പ്രവർത്തനങ്ങളിലൂടെയുള്ള പഠനം, അതുപോലെ പരീക്ഷണങ്ങൾ, അഭിനയം, മൈമിങ്, നിർമ്മാണ പ്രവർത്തനങ്ങൾ, കായിക പ്രാധാന്യമുള്ള പ്രവർത്തനങ്ങൾ ഇതൊക്കെ നൽകുന്നതിലൂടെ കുട്ടികളുടെ ശാരീരിക ചലനപരമായ ബുദ്ധിയുടെ ഡെവലപ്മെന്റ് ആണ് സാധ്യമാകുന്നത്. അതാണ് പ്രവർത്തനങ്ങളിലൂടെയുള്ള പഠനം. നമ്മുടെ പുതിയ പാഠ്യപദ്ധതി തന്നെ പറയുന്നത് പ്രവർത്തനങ്ങളിലൂടെയുള്ള പഠനമാണ്. അപ്പൊ പ്രവർത്തനങ്ങളിലൂടെയുള്ള പഠനം, പരീക്ഷണങ്ങൾ, അഭിനയം, മൈമിങ്, നിർമ്മാണ പ്രവർത്തനങ്ങൾ, കായിക പ്രാധാന്യമുള്ള പ്രവർത്തനങ്ങൾ ഇതൊക്കെ നൽകുന്നതിലൂടെ കുട്ടികളുടെ ബോഡിലി ആൻഡ് കിനസ്തെറ്റിക് ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. 5ാമത്തെ ബുദ്ധിശക്തിയാണ് സംഗീതപരമായ ബുദ്ധി അഥവാ മ്യൂസിക്കൽ ഇന്റലിജൻസ്. വിവിധ സ്ഥായിയിലും വ്യത്യസ്തമായ താളത്തിലും ഭാവത്തിലും സംഗീതാത്മകമായി കാര്യങ്ങൾ ആവിഷ്കരിക്കുന്നതിനും ആസ്വദിക്കുന്നതിനും ഉള്ള ബുദ്ധിയാണ്. അപ്പൊ എന്താ പറഞ്ഞത്? വിവിധ സ്ഥായിയിലും വ്യത്യസ്തമായ താളത്തിലും ഭാവത്തിലും സംഗീതാത്മകമായി കാര്യങ്ങൾ ആവിഷ്കരിക്കുന്നതിനും ആസ്വദിക്കുന്നതിനും. ഇപ്പൊ പാട്ട് പാടുക അല്ലെങ്കിൽ പാട്ടിന് താളം നൽകുക, ഈണം നൽകുക, അത് മാത്രമല്ല, അത് ആസ്വദിക്കുന്നതും ഈ സംഗീതപരമായ ബുദ്ധി ഉള്ളത് കൊണ്ടാണ്. ആസ്വാദന ശേഷിയുള്ളവരിലും സംഗീതപരമായ ബുദ്ധി കാണാൻ സാധിക്കും. എന്താണ് സംഗീതപരമായ ബുദ്ധിയുള്ളവരുടെ സവിശേഷതകൾ എന്ന് നോക്കിയാൽ, ചുറ്റുപാടുമുള്ള ശബ്ദങ്ങൾ അവർക്ക് തിരിച്ചറിയാം. സംഗീത ആസ്വാദനം, ഗാനാലാപനം, താളം നൽകൽ ഇതൊക്കെയും സംഗീതപരമായ ബുദ്ധിയുടെ സവിശേഷതകളാണ്. ചുറ്റുപാടുമുള്ള ശബ്ദങ്ങൾ തിരിച്ചറിയൽ, സംഗീത ആസ്വാദനം, ഗാനാലാപനം, താളം നൽകൽ തുടങ്ങിയവ. ഇനി എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾക്ക് ഇവർക്ക് വേണ്ടി ക്ലാസ് റൂമുകളിൽ നൽകാമെന്ന് നോക്കാം. കവിതയുടെ താളം കണ്ടെത്തൽ. ഇപ്പൊ എല്ലാ ക്ലാസ്സിലും മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകർക്കറിയാം, ഈ പോയൊക്കെ കൊടുത്തിട്ട് അവയുടെ താളവും കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ വേറെ ഈണം കണ്ടെത്താനും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് പ്രവർത്തനങ്ങൾ നൽകും. ഞാനൊന്നും പഠിക്കുന്ന സമയത്തൊന്നും അങ്ങനത്തെ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ ക്ലാസ് റൂമുകളിൽ നൽകും. അതുപോലെ ഈണവും താളവും നൽകൽ, താളാത്മക ചലനം. ഇപ്പം താളത്തിന് ഇപ്പൊ ആക്ഷൻ സോങ് പോലെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ കുഞ്ഞു ക്ലാസ്സുകളിലെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് ഇതിനെ താളാത്മകമായി നമ്മൾ പാടുന്ന പാട്ടിനനുസരിച്ച് അവർക്ക് താളാത്മകമായി ചലിക്കുന്നതിന് വേണ്ടിയാണ്. പിന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ എയറോബിക്സ് എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുന്ന സ്പോർട്സിലുള്ള എയറോബിക്സ്, ആ എയറോബിക്സ് ഒക്കെയും കുട്ടികളുടെ സംഗീതപരമായ ബുദ്ധിയും അതുപോലെ തന്നെ ശാരീരിക ചലനപരമായ ബുദ്ധിയും ഒക്കെയും ഡെവലപ്പ് ചെയ്യിപ്പിക്കും. കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതുന്നത് ഇതിന്റെ ഭാഗമാണോ? കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതുന്നത് ഈ ബുദ്ധിയുടെ ഭാഗം. ആസ്വാദനക്കുറിപ്പ് എഴുതുക എന്ന് പറയുമ്പോൾ അത് ഭാഷാപരമായ ബുദ്ധിയിലേക്ക് പോകൂലേ? ആസ്വാദനക്കുറിപ്പല്ലേ അവിടെ എഴുതുന്നത്?
ഓക്കെ ടീച്ചർ. അവിടെ നമ്മൾ ഭാഷാപരമായ ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ നമ്മള് കവിതയുടെ താളം കണ്ടെത്തൽ, ഈണവും താളവും നൽകൽ, താളാത്മക ചലനം, സംഗീതോപകരണങ്ങളുടെ ഉപയോഗം, താളം പിടിക്കൽ. നമ്മൾ പലരെയും കാണാറുണ്ട്, എവിടെയെങ്കിലും ഒരു പാട്ട് കേൾക്കുമ്പോൾ അവരിങ്ങനെ താളം പിടിക്കുന്നത്. അപ്പൊ അതൊക്കെ അവർക്ക് നല്ല രീതിയിൽ സംഗീതപരമായ ബുദ്ധി ഉള്ളത് കൊണ്ടാണ്. ഇനി ആറാമത്തേതാണ് വ്യക്തിയാന്തര ബുദ്ധി അഥവാ ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ്. അത് തിരിഞ്ഞു പോകരുത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വ്യക്തിയാന്തര ബുദ്ധി അഥവാ ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ്. അതായത് നമുക്കറിയാം മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. നമ്മൾ എപ്പോഴും ഈ സമൂഹവുമായി ഇടപെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ വ്യക്തിയാന്തര ബുദ്ധി ഇല്ല എങ്കിൽ ഒരു തരത്തിലും നമുക്ക് സമൂഹവുമായി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ എന്താണ് വ്യക്തിയാന്തര ബുദ്ധി? മറ്റുള്ളവരുമായി ഇടപഴകുന്നതിനും അവരെ മനസ്സിലാക്കുന്നതിനും അവരുടെ പെരുമാറ്റങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനുമുള്ള കഴിവാണ് വ്യക്തിയാന്തര ബുദ്ധി എന്ന് പറയുന്നത്. എന്താണ്? മറ്റുള്ളവരുമായി ഇടപഴകുന്നതിനും അവരെ മനസ്സിലാക്കുന്നതിനും അവരുടെ പെരുമാറ്റങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനുമുള്ള കഴിവാണ് വ്യക്തിയാന്തര ബുദ്ധി. മറ്റുള്ളവരുടെ വികാരങ്ങൾ, മനോസ്ഥിതികൾ, പ്രചോദന ഘടകങ്ങൾ, താല്പര്യങ്ങൾ ഇവ മനസ്സിലാക്കുന്നതിനും അവ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നതിനുമുള്ള ബുദ്ധിയാണ്. അപ്പൊ മറ്റുള്ളവരെ മനസ്സിലാക്കുക, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവരുടെ വികാരങ്ങളും അവരുടെ മനോസ്ഥിതികളും ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കി അവരുമായി ഇടപഴകുന്നതിനുള്ളൊരു ബുദ്ധിയാണ് വ്യക്തിയാന്തര ബുദ്ധി എന്ന് പറയുന്നത്. എന്താണ് വ്യക്തിയാന്തര ബുദ്ധിയുള്ള ഒരാളുടെ സവിശേഷതകൾ എന്ന് നമുക്ക് നോക്കാം. അവര് സഹകരണാത്മക സഹവർത്തിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരായിരിക്കും. മറ്റുള്ളവരുമായി സഹകരണാത്മകവും സഹവർത്തിതവുമായ രീതിയിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരായിരിക്കും. സംഘപ്രവർത്തനങ്ങൾക്ക് സന്നദ്ധതയുള്ളവരായിരിക്കും. അതുപോലെ അവരുടെ അനുഭവങ്ങൾ അവർ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നവരായിരിക്കും. അത് സന്തോഷമായാലും സങ്കടമായാലും അവർക്കുള്ള അനുഭവങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യും. അനുതാപം അഥവാ എമ്പതി. എന്താണ് അനുതാപം അഥവാ എമ്പതി എന്ന് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു സഹാനുഭൂതി എന്നൊക്കെ പറയാം അല്ലെ. അതുപോലെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിക്കാണൽ, അത് തന്നെ ഒരു എമ്പതി ഉള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പരസ്പരം വിലയിരുത്തൽ, അതുപോലെ സുശക്തവും സുദീർഘവുമായ ബന്ധം സ്ഥാപിക്കൽ. മറ്റുള്ളവരുമായി നല്ല ബന്ധം, സുശക്തവും സുദീർഘവുമായി. ഇപ്പൊ ഇന്ന് കണ്ട ഒരാളിനോട് ഇന്ന് സംസാരിച്ച് ഇന്നങ്ങ് തീർന്നു എന്നുള്ളതല്ല, അവരുമായി നല്ല ഒരു റിലേഷൻ, എന്നത്തേക്കും ഒരു റിലേഷൻ കാത്തു സൂക്ഷിക്കുന്നതൊക്കെയും വ്യക്തിയാന്തര ബുദ്ധി ഉള്ളവരുടെ സവിശേഷതയാണെന്ന് പറയാം. അവർക്ക് നമ്മൾക്ക് അങ്ങനെ വ്യക്തിയാന്തര ബുദ്ധി ഡെവലപ്പ് ചെയ്യുന്നതിന് ക്ലാസ് റൂമുകളിൽ നൽകാവുന്ന ചില പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, സഹവർത്തിത പ്രവർത്തനങ്ങൾ. ആരുടേതാണ് ഈ സഹകരണാത്മകവും സഹവർത്തിതവുമായ പഠനം? നമ്മൾ എന്തിലാണ് അത് പഠിച്ചിട്ടുള്ളത്? ഇവയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ചിന്താധാര ഏതാണ്? സഹകരണ പഠനത്തിനും സഹകരണാത്മക പഠനത്തിനും സഹവർത്തിത പഠനം, സംഘപഠനം, ഇവയ്ക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആണോ മിസ്? എന്തോ? ഗസ്റ്റാൾട്ടിന്റെ തിയറിയിലാണോ? അല്ലല്ല, സഹകരണാത്മക പഠനവും സഹവർത്തിത പഠനവും ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണത്. സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദിയായ വൈഗോട്സ്കിയാണ് സഹകരണാത്മകവും സഹവർത്തിതവുമായ പഠനങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം സഹകരണാത്മക സഹവർത്തിത പ്രവർത്തനങ്ങൾ ക്ലാസ് റൂമുകളിൽ നൽകുക, അതുപോലെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ കുട്ടികളെ പങ്കാളികളാക്കുക, ആശുപത്രി, അനാഥാലയങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശനം നടത്തുക, ചർച്ചകളിലെ ജനാധിപത്യപരമായ പങ്ക്. ക്ലാസ് റൂമുകളിൽ നമ്മൾ എപ്പോഴും ചർച്ചകളും ഗ്രൂപ്പ് ചർച്ചകളും അതുപോലെ സെമിനാറുകളും സംവാദങ്ങളും ഒക്കെ നടത്തുമ്പോൾ അവിടെയൊക്കെയുള്ള ജനാധിപത്യപരമായ ഇടപെടലുകളിലൂടെ കുട്ടികളിൽ നമുക്ക് പറഞ്ഞ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. പിന്നെ പഠന യാത്രകൾ കൊണ്ടുപോവുക, സ്കൂൾ ക്ലബുകളുടെ പ്രവർത്തനം, ഇതൊക്കെ മുഖാന്തരം നമുക്ക് കുട്ടികളുടെ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണ്? സഹകരണ സഹവർത്തിത പ്രവർത്തനങ്ങൾ,
സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, ആശുപത്രി, അനാഥാലയങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിക്കുക, ചർച്ചകളിലെ ജനാധിപത്യപരമായ പങ്ക്, അതുപോലെ സ്കൂളിൽ നിന്നുള്ള പഠന യാത്രകൾ, സ്കൂൾ ക്ലബ്ബുകളുടെ പ്രവർത്തനം, ഇതൊക്കെയും ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. അടുത്തത് ആന്തരിക വൈയക്തിക ബുദ്ധി, ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് വിത്തിൻ ദ ഇൻഡിവിജ്വൽ എന്നാണ് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് എന്നാണ് അത് പറയുന്നത്. ആ പേര് മറന്നു പോകരുത് ഒരിക്കലും. എന്താണ്? നമ്മളുടെ ശക്തി ദൗർബല്യങ്ങൾ, അത് സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിന്റെ പരമാവധിയിലേക്ക് ഉയരാനും സ്വത്വ സാക്ഷാത്കാരത്തിൽ എത്താനും ഉള്ള കഴിവാണ് ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറയുന്നത്. എന്താണ്? അവനവന്റെ സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിന്റെ പരമാവധിയിലേക്ക് ഉയരാനും സ്വത്വ സാക്ഷാത്കാരത്തിൽ എത്താനും ഉള്ള കഴിവാണ് ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറയുന്നത്. എന്താണ് ആന്തരിക വൈയക്തിക ബുദ്ധി ഉള്ളവരുടെ സവിശേഷതകൾ നോക്കിയാൽ, അവർ സ്വതന്ത്രമായി ചിന്തിക്കുന്നവരായിരിക്കും, സ്വതന്ത്ര ചിന്തയുള്ളവരായിരിക്കും, ആത്മപ്രകാശനം നടത്തും, സ്വന്തം നിലപാടുകൾ അവതരിപ്പിക്കുന്നവരായിരിക്കും. എന്ത് കാര്യത്തിലും അവരവരുടെ ഉറച്ച നിലപാടുകൾ അവതരിപ്പിക്കും. സ്വയം വിലയിരുത്തും. ഞാൻ എന്താണ്, ഞാൻ ആരാണ്, ഏത് പ്രവർത്തനത്തിൽ അവർ ചെയ്യുന്ന ഏത് പ്രവർത്തനത്തിലും അവരെ ഒന്ന് സ്വയം വിലയിരുത്തുന്നവരായിരിക്കും. ആത്മവിശ്വാസമുള്ളവരും ഇച്ഛാശക്തി ഉള്ളവരുമായിരിക്കും ആന്തരിക വൈയക്തിക ബുദ്ധി ഉള്ള ആളുകൾ. അപ്പൊ നമ്മളുടെ ക്ലാസ് റൂമുകളിൽ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് സ്വയം വിലയിരുത്തുന്നതിനൊക്കെയുള്ള അവസരങ്ങൾ, ഈ സ്വയം വിലയിരുത്തുന്നതിനും പരസ്പര വിലയിരുത്തുന്നതിനും ഒക്കെയുള്ള അവസരങ്ങൾ ക്ലാസ് റൂമുകളിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. പരസ്പര വിലയിരുത്തൽ എന്ന് പറയുന്നത് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്നതിനും സ്വയം വിലയിരുത്തൽ ആന്തരിക വൈയക്തിക ബുദ്ധിയുടെ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയും നൽകുന്ന പ്രവർത്തനങ്ങളാണ്. ഇനി എന്തൊക്കെയാണ് ഈ പറഞ്ഞ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റിനായി നമുക്ക് ക്ലാസ് റൂമുകളിൽ നൽകാൻ സാധിക്കുന്നത്? വായനാക്കുറിപ്പ് തയ്യാറാക്കുക, സംവാദങ്ങളിൽ ഏർപ്പെടുക, ജേർണലുകൾ തയ്യാറാക്കുക, ചർച്ചകൾ, സർഗാത്മക പ്രവർത്തനങ്ങൾ, ഇതുവഴിയൊക്കെയും കുട്ടികളുടെ ആന്തരിക വൈയക്തിക ബുദ്ധിശക്തി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മളിപ്പം 7 എണ്ണം, അതായത് 7 എണ്ണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഏത് ബുക്കിലുള്ളതായിരുന്നു? ഈ 7 ബുദ്ധിശക്തിയെ പറ്റി അദ്ദേഹം ഏത് ബുക്കിലാണ് പറഞ്ഞിരുന്നത്? തന്റെ സയൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകത്തിലായിരുന്നു അദ്ദേഹം ഈ 7 ബുദ്ധിശക്തികളെ പറ്റിയും പറഞ്ഞിരുന്നത്. അടുത്തത് 8ാമത്തെ ബുദ്ധി, അതായത് തന്റെ 2ാമത്തെ ബുക്കിൽ അദ്ദേഹം പറഞ്ഞിരുന്നതാണ് പ്രകൃതിപരമായ ബുദ്ധി അഥവാ നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. പ്രകൃതിപര ബുദ്ധി അഥവാ നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്, അതായത് പ്രകൃതിയിലെ സസ്യ ജന്തുജാലങ്ങളിലും അജീവീയ പ്രകൃതി ഘടകങ്ങളിലും പ്രതിഭാസങ്ങളിലുമുള്ള താല്പര്യം, ഭൗതിക ചുറ്റുപാടുകളിൽ വിവേകപൂർവം ഇടപെടാനുള്ള കഴിവ്, ഇതൊക്കെയാണ് പ്രകൃതിപരമായ ബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? പ്രകൃതിയിലെ സസ്യ ജന്തുജാലങ്ങളിലും, പ്രകൃതിയോട് എന്ന് പറയാം, പ്രകൃതിയിലുള്ള സസ്യ ജന്തുജാലങ്ങളിലും അജീവീയ പ്രാകൃതിക ഘടകങ്ങളിലും പ്രതിഭാസങ്ങളിലും ഉള്ള താല്പര്യം. ജീവനില്ലാത്ത ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ പ്രകൃതിയിലുണ്ട് അല്ലെ? അപ്പൊ അവയോടും ആ പ്രതിഭാസങ്ങളിലും ഒക്കെ ഉള്ള താല്പര്യങ്ങൾ, പിന്നെ നമ്മളുടെ ഭൗതിക ചുറ്റുപാടുമായി വിവേകപൂർവം ഇടപെടാനുള്ള കഴിവ്, ഇതൊക്കെയും പ്രകൃതിപരമായ ബുദ്ധി ആണ്. ഇതൊക്കെയുള്ള കഴിവ് പ്രകൃതിപരമായ ബുദ്ധിയുടെ സവിശേഷതകളാണ്. ഇനി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമുക്ക് നമ്മളുടെ കുട്ടികൾക്ക് ക്ലാസ് റൂമുകളിൽ നൽകാൻ സാധിക്കുന്നത്? പ്രകൃതി നടത്തം എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ചെയ്യാം. നിങ്ങൾ ടോട്ടോ ചാൻ എന്ന് പറയുന്ന ഒരു പുസ്തകം ആരെങ്കിലും ടീച്ചേഴ്സ് വായിച്ചിട്ടുണ്ടോ? ടോട്ടോ ചാൻ? ഉണ്ട് ടീച്ചർ, ഉണ്ട് 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 ഞങ്ങളെ ലൈബ്രറിയിലുണ്ട്, വീട്ടിലുണ്ട്. ലൈബ്രറിയിലും വീട്ടിലുണ്ട്. എല്ലാ അധ്യാപകരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ടോട്ടോ ചാൻ എന്ന് പറയുന്ന ആ ഒരു പുസ്തകം കേട്ടോ. അതില് ആ കുട്ടി ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആകുന്നത് പ്രകൃതി നടത്തത്തിന് പോകുമ്പോഴാണ്. ആദ്യ ഭാഗങ്ങളിലൊക്കെ കുട്ടിയുടെ ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റ് ആയിട്ട് പറഞ്ഞ പ്രകൃതി നടത്തത്തിന് പോകുമ്പോൾ ആ പ്രകൃതി നടത്തം കുട്ടിയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ പ്രകൃതി നടത്തം, അതുപോലെ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾ, അനുഭവ കുറിപ്പ്, പ്രകൃതി സ്നേഹം പ്രകടിപ്പിക്കുന്ന രചനകൾ, അതുപോലെ കൃഷി വിദഗ്ധരുമായി അഭിമുഖം തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെയും
പ്രകൃതിപരമായ ബുദ്ധിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി നമുക്ക് ക്ലാസ് റൂമുകളിൽ നടത്താൻ സാധിക്കും. ഇപ്പൊ നമുക്കറിയാം ജൂൺ 5 പരിസ്ഥിതി ദിനം. ഈ പരിസ്ഥിതി ദിനമൊക്കെ വരുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് പ്ലക്കാർഡുകളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മുദ്രാവാക്യങ്ങളും ഒക്കെ നമ്മൾ എഴുതിപ്പിക്കാറില്ലേ? അപ്പൊ അതുവഴിയൊക്കെ കുട്ടികളുടെ പ്രകൃതിപരമായ ബുദ്ധിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി ഏറ്റവും അവസാനമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അസ്തിത്വപരമായ ബുദ്ധി, എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്. പ്രപഞ്ചത്തിന്റെ ഭാഗമായി സ്വന്തം അസ്തിത്വത്തെ കാണാനും ഞാൻ ആരാണ്, എന്റെ നിലനിൽപ്പ് എന്താണ്, ഈ ജീവിതം, മരണം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ അല്ലെ തിരിച്ചറിയാനുള്ള കഴിവ്, ഭൗതികവും മാനസികവുമായ നിലനിൽപ്പിന്റെ ആത്യന്തികത തുടങ്ങിയവ ബോധ്യപ്പെടാനും തിരിച്ചറിയാനുമുള്ള കഴിവാണ് അസ്തിത്വപരമായ ബുദ്ധി. അതിനെപ്പറ്റിയുള്ള പഠനം പൂർണ്ണമായിട്ടില്ല. ഇപ്പോഴും ഈ ഹവാർഡ് ഗാർട്ട്നറുടെ അസ്തിത്വപരമായ ബുദ്ധിയെ പറ്റിയുള്ള പഠനം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. അതിന് ഒരു എൻഡ് വന്നിട്ടില്ല ഇപ്പോഴും. അപ്പം അതൊരു പകുതി ഭാഗം മാത്രം എത്തി നിൽക്കുകയാണ്. അപ്പൊ എന്താണ് പ്രപഞ്ചത്തിന്റെ ഭാഗമായി സ്വന്തം അസ്തിത്വത്തെ കാണാൻ നമ്മൾ തന്നെ പലപ്പോഴും പറയാം എന്റെ ജീവിതം എന്താണ്, മരണത്തിന് ശേഷം വീണ്ടും ഒരു ജീവിതമുണ്ട് അല്ലെ, ഇതൊക്കെ എങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കൂട്ടാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കാനുള്ള കഴിവ്, അതുപോലെ ഭൗതികവും മാനസികവുമായ നിലനിൽപ്പിന്റെ ആത്യന്തികത ബോധ്യപ്പെടാൻ, ഭൗതികമായും നമുക്കൊരു നിലനിൽപ്പുണ്ടാകണം, മാനസികമായും ഉണ്ടാകണം വേണ്ടേ? അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന അവയെ പറ്റിയൊക്കെയുള്ള ചിന്ത, ബോധ്യപ്പെടൽ, ഇതൊക്കെ തിരിച്ചറിയാനുള്ള ഒരു കഴിവാണ് അസ്തിത്വപരമായ ബുദ്ധി അഥവാ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. എന്താണ് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ഉള്ളവരുടെ സവിശേഷതകളെന്ന് നോക്കി, സമൂഹത്തിൽ സ്വന്തം സ്ഥാനം കണ്ടെത്താൻ, സമൂഹത്തിൽ വേണ്ട വീട്ടിൽ തന്നെ ആയാൽ പോലും അവരുടെ സ്ഥാനം എന്താണ്, ഈ വീട്ടിൽ എന്റെ സ്ഥാനം എന്താണ് എന്നൊക്കെ കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നു. അതുപോലെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുക. നമ്മൾ തന്നെ പലപ്പോഴും ചോദിക്കാറുണ്ട് എന്തിനാണ് ജീവിക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ? അപ്പൊ നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിനും അതിൻ്റെതായ ഒരു അർത്ഥമുണ്ട്. ആ അർത്ഥം അതെന്താണെന്ന് കണ്ടെത്താനൊക്കെ ഓരോരുത്തർക്കും ഓരോ ജീവിത ലക്ഷ്യങ്ങളും അവരവരുടെ കർമ്മങ്ങളൊക്കെ ഓരോന്നാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടെത്താനൊക്കെയുള്ള കഴിവ് ഈ അസ്തിത്വപരമായ ബുദ്ധിയുള്ളവർക്കുള്ളതാണ്. ഇനി നമുക്ക് ക്ലാസ് റൂമുകളിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് കൊടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. മഹത് വചനങ്ങൾ, മഹാന്മാരുടെ വചനങ്ങളൊക്കെ ക്ലാസ് റൂമുകളിൽ കൊടുക്കുക. ദിനാചരണങ്ങളും അനുസ്മരണങ്ങളും നടത്തുക. അതൊക്കെ നമ്മളിപ്പോൾ ക്ലാസ് റൂമുകളിൽ ചെയ്യാറുണ്ടല്ലോ. ദിനാചരണങ്ങളും അനുസ്മരണങ്ങളും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ദെൻ എല്ലാ പ്രസ്ഥാനങ്ങളിലെയും നന്മയെ കണ്ടെത്തൽ, എന്ത് കാര്യത്തിലെയും നന്മയെ കണ്ടെത്താൻ, അതുപോലെ സ്കൂളിലെ അസംബ്ലി, ക്ലബ് പ്രവർത്തനങ്ങൾ, ഇതിലൂടെയൊക്കെയും കുഞ്ഞുങ്ങളുടെ അസ്തിത്വപരമായ ബുദ്ധിയുടെ ഡെവലപ്മെന്റിന് സാധ്യമാകും. ഇത്രയുമാണ് 9 തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഹവാർഡ് ഗാർട്ട്നറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. അതായത് ഇപ്പൊ പറഞ്ഞ ആന്തരിക വൈയക്തിക ബുദ്ധിയെയും വ്യക്തിയാന്തര ബുദ്ധിയെയും, ഇവ രണ്ടും നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് ഏറെ സ്വാധീനിക്കുന്ന 2 ബുദ്ധിയുടെ മുഖങ്ങളാണ്. ഏതൊക്കെയാണ്? ആന്തരിക വൈയക്തിക ബുദ്ധിയും വ്യക്തിയാന്തര ബുദ്ധിയും. എന്തായിരുന്നു വ്യക്തിയാന്തര ബുദ്ധി എന്ന് പറഞ്ഞാല്? മറ്റുള്ളവരുടെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കുക, അതാണല്ലേ. ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറഞ്ഞാൽ തന്റെ തന്നെ ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിയുക. ഈ 2 ബുദ്ധിശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സമൂഹത്തിൽ നിലനിന്നു പോകാനും അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിന്റെ വിജയത്തിന് നമ്മളെ സ്വാധീനിക്കുകയും ചെയ്യുന്ന 2 ബുദ്ധിയുടെ മുഖങ്ങളാണ് ആന്തരിക വൈയക്തിക ബുദ്ധിയും വ്യക്തിയാന്തര ബുദ്ധിയും. ഇത് രണ്ടിനെയും ചേർത്ത് വ്യക്തിപര ബുദ്ധി അഥവാ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നു. എന്താണ്? വ്യക്തിപര ബുദ്ധി അഥവാ പേഴ്സണൽ ഇന്റലിജൻസ്. ആന്തരിക വൈയക്തിക ബുദ്ധിയെയും വ്യക്തിയാന്തര ബുദ്ധിയെയും കൂടെ ചേർത്തിട്ട് പറയുന്ന പേരാണ് വ്യക്തിപര ബുദ്ധി അഥവാ പേഴ്സണൽ ഇന്റലിജൻസ്. എഴുതിയോ അത്? ഓക്കെ, വ്യക്തിപര ബുദ്ധി അഥവാ പേഴ്സണൽ ഇന്റലിജൻസ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ജീവിതത്തില് നിർണായകമായ സന്ദർഭങ്ങളിൽ ഏറ്റവും ഉചിതമായ തീരുമാനം എടുക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നത് ഈ
പേഴ്സണൽ ഇന്റലിജൻസ് അഥവാ വ്യക്തിപര ബുദ്ധിയാണ്. ഈ വ്യക്തിപര ബുദ്ധിയെ വൈകാരിക ബുദ്ധിയായി അവതരിപ്പിച്ച ഒരാളുണ്ട്. ആരാണെന്ന് അറിയാമോ? വ്യക്തിപര ബുദ്ധിയെ വൈകാരിക ബുദ്ധിയായി തന്നെ അവതരിപ്പിച്ച ഒരു ശാസ്ത്രജ്ഞനുണ്ട്. ഡാനിയൽ ഗോൾമാൻ. ഡാനിയൽ ഗോൾമാൻ. പീറ്റർ സലോവയാണ്. ഡാനിയൽ ഗോൾമാൻ അല്ല, പീറ്റർ സലോവ. വ്യക്തിപര ബുദ്ധിയെ വൈകാരിക ബുദ്ധിയായി തന്നെ അവതരിപ്പിച്ചത് പീറ്റർ സലോവ. പീറ്റർ സലോവ വ്യക്തിപര ബുദ്ധിയെ വൈകാരിക ബുദ്ധിയായി അവതരിപ്പിച്ചത് പീറ്റർ സലോവ. അടുത്തത് ടീച്ചറെ നമ്മൾ ഡാനിയൽ ഗോൾമാനിലേക്കാണ് പോകുന്നത്. ഡാനിയൽ ഗോൾമാൻ എഴുതിയ ഏറ്റവും പ്രശസ്തമായ പുസ്തകം ഏതാണെന്ന് പറയാമോ? അതായത് വൈകാരിക ബുദ്ധിയെ പറ്റി ചർച്ചകൾ സജീവമാക്കാൻ സഹായിച്ച പുസ്തകം. ഇമോഷണൽ ഇന്റലിജൻസ്. യെസ്, ഇമോഷണൽ ഇന്റലിജൻസ്. ഡാനിയൽ ഗോൾമാൻ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന തന്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചതോടെ വൈകാരിക ബുദ്ധിയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാവുകയും ജീവിത വിജയത്തിന് സ്വാധീനിക്കുന്ന നിർണായക ഘടകമായി വൈകാരിക ബുദ്ധിയുടെ സ്വീകാര്യത വർദ്ധിക്കുകയും ചെയ്തു. ആ ഒരു പുസ്തകത്തിന്റെ പേര് പല ക്വസ്റ്റ്യൻ പേപ്പറിനകത്തിലും കണ്ടിട്ടുണ്ട്. ഇമോഷണൽ ഇന്റലിജൻസ്. ആരുടേതാണ്? ഡാനിയൽ ഗോൾമാൻ. എഴുതിയ കണ്ടിന്യൂ ചെയ്യട്ടെ. ഡാനിയൽ ഗോൾമാന്റെ ഇമോഷണൽ ഇന്റലിജൻസ്. ഇത്രയും കഴിഞ്ഞിട്ട് നമുക്ക് ബുദ്ധിമാപനം എന്ന് പറഞ്ഞ ആ ഒരു പോർഷനിലേക്ക് പോയി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ല. അതായത് നമ്മള് പിന്നെ എന്താ പറഞ്ഞത്, ബഹുമുഖ ബുദ്ധി പറഞ്ഞു വന്ന് ബഹുമുഖ ബുദ്ധിയിലെ രണ്ട് ഘടകങ്ങളായ ആന്തരിക വൈയക്തിക ബുദ്ധിയും വ്യക്തിയാന്തര ബുദ്ധിയും കൂടെ ചേർന്ന് എന്തായി മാറി? പേഴ്സണൽ ഇന്റലിജൻസ്, വ്യക്തിപര ബുദ്ധി അഥവാ പേഴ്സണൽ ഇന്റലിജൻസ് ആയി മാറി. നമുക്ക് ജീവിതത്തിൽ നിർണായകമായ സന്ദർഭങ്ങളിൽ ഏറ്റവും ഉചിതമായ തീരുമാനമെടുക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഈ പേഴ്സണൽ ഇന്റലിജൻസ് ആണെന്ന് പറഞ്ഞു. അതുപോലെ വ്യക്തിപര ബുദ്ധിയെ വൈകാരിക ബുദ്ധിയായി തന്നെ അവതരിപ്പിച്ചത് പീറ്റർ സലോവയാണെന്ന് പറഞ്ഞു. പക്ഷെ ഈ വൈകാരിക ബുദ്ധിയുടെ ചർച്ചകൾ സജീവമായത്, അതുപോലെ അത് ജീവിത വിജയത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു ഘടകമായി നമ്മൾ വൈകാരിക ബുദ്ധിയെ കണക്കാക്കി തുടങ്ങിയതും ഒക്കെയും ഡാനിയൽ ഗോൾമാൻ അദ്ദേഹത്തിന്റെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചതോടുകൂടിയാണെന്ന് പറഞ്ഞു. ഇനി അടുത്തത് ബുദ്ധിമാപനം എന്ന് പറയുന്ന പോർഷനാണ്. നമ്മൾ ബുദ്ധിയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും, ബുദ്ധിയുടെ എല്ലാ ഘടകങ്ങളും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തു. അതിനകത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. അത് ഇത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് കഴിഞ്ഞിട്ട് പറയാം. ശരിക്കും ബുദ്ധിയെ കുറിച്ചുള്ള ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ഫോർ റേറ്റിംഗ് പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു അന്വേഷണം ആദ്യമായിട്ട് ആരംഭിച്ചത് ഫ്രാൻസിസ് ഗാൾട്ടൺ ആണ്. അതായത് ബുദ്ധിയെക്കുറിച്ച് ആദ്യമായി ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ്, അതായത് പേഴ്സണൽ ഇന്റലിജൻസ്, വ്യക്തികളുടെ ബുദ്ധി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ടെസ്റ്റ്, ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് വേണം എന്ന രീതിയിൽ ആദ്യമായി അന്വേഷണങ്ങൾ ആരംഭിച്ചത് ഫ്രാൻസിസ് ഗാൾട്ടൺ ആണ്. ഓക്കെ, പല പേരുകൾ ഇവിടെ ഇങ്ങനെ കയറി വരുന്നുണ്ട്, അതുകൊണ്ടാണ് അതൊന്ന് ഉറപ്പിച്ചു വരുന്നത്. ഫ്രാൻസിസ് ഗാൾട്ടൺ, അതായത് ശരിക്കും പറഞ്ഞ ബുദ്ധിയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ ആരംഭിച്ചത് ഫ്രാൻസിസ് ഗാൾട്ടൺ ആണ്. ബുദ്ധിയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ ആരംഭിച്ചത് ഫ്രാൻസിസ് ഗാൾട്ടൺ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ബുദ്ധി പരീക്ഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബുദ്ധി പരീക്ഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അതെ, ആൽഫ്രഡ് ബിനെയാണ്. ബുദ്ധി പരീക്ഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആൽഫ്രഡ് ബിനെയാണ്. കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല മാഡം. അപ്പൊ ബുദ്ധി പരീക്ഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആൽഫ്രഡ് ബിനെയാണ്. ആദ്യമായി ബുദ്ധിശക്തിയെ വസ്തുനിഷ്ഠമായി നിർണയിക്കാനുള്ള ശ്രമം നടത്തിയതും ആൽഫ്രഡ് ബിനെയാണ്. എന്താണ്? ആദ്യമായി ബുദ്ധിശക്തിയെ വസ്തുനിഷ്ഠമായി നിർണയിക്കാനുള്ള ശ്രമം നടത്തിയതും ആൽഫ്രഡ് ബിനെയാണ്. രണ്ട് കാര്യങ്ങൾ ആൽഫ്രഡ് ബിനെ പറഞ്ഞു. ബുദ്ധി പരീക്ഷയുടെ പിതാവ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ
പിന്നെന്താ പറഞ്ഞ ബുദ്ധിശക്തിയെ വസ്തുനിഷ്ഠമായി നിർണയിക്കാനുള്ള ശ്രമം ആരംഭിച്ചതും ആരാണ്? ആൽഫ്രഡ് ബിനെയാണ്. അടുത്തത് നോക്കിക്കേ. തിയോഡർ സൈമണുമായി ചേർന്ന് 1905 30 ചോദ്യങ്ങൾ ഉൾപ്പെട്ട ഒരു ബുദ്ധിശോധകം അദ്ദേഹം തയ്യാറാക്കി. ഈ സ്കെയിലിന് ബിനെ സൈമൺ സ്കെയിൽ എന്ന് പറയുന്നത്. എന്താണ്? ബിനെ സൈമൺ സ്കെയിൽ. ബിനെ സൈമൺ സ്കെയിൽ ആരുമായിട്ട് ചേർന്നായിരുന്നു? ആൽഫ്രഡ് ബിനെ ആരുമായിട്ട് ചേർന്നാണ്? തിയോഡർ സൈമണുമായി ചേർന്ന് 1905 30 ചോദ്യങ്ങൾ ഉൾപ്പെട്ട ഒരു ബുദ്ധിശോധകം തയ്യാറാക്കി. ഇതിനെ ബിനെ സൈമൺ സ്കെയിൽ എന്നറിയപ്പെടുന്നു. ബിനെ സൈമൺ സ്കെയിൽ എന്നറിയപ്പെടുന്നു. അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം എന്താണ് IQ കണ്ടുപിടിക്കുന്നതിന്റെ ഇക്വേഷൻ? MA divided by MA divided by CA into 100. അല്ലേ? എന്താണ് MA? മെന്റൽ ഏജ്. കാലിക വയസ്സ്, മാനസിക വയസ്സ്, ശാരീരിക വയസ്സ്, ചിലടത്ത് ശാരീരിക വയസ്സെന്നും അതിനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ മാനസിക വയസ്സെന്നും കാലിക വയസ്സെന്നും ഒക്കെയുള്ള ആശയത്തിന് ആദ്യമായി രൂപം നൽകിയതും ഈ ആൽഫ്രഡ് ബിനെ തന്നെയാണ്. അപ്പം ആൽഫ്രഡ് ബിനെയുടെ 2-3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ബുദ്ധിപരീക്ഷയുടെ പിതാവ് ബിനെയാണ്. ബുദ്ധിശക്തിയെ വസ്തുനിഷ്ഠമായി നിർണ്ണയിക്കാനുള്ള ആദ്യ ശ്രമം നടത്തിയത് ബിനെയാണ്. പിന്നെ ബിനെ സൈമൺ സ്കെയിൽ തിയോഡർ സൈമണുമായിട്ട് ചേർത്ത് ആവിഷ്കരിച്ചത് ആൽഫ്രഡ് ബിനെയാണ്. മാനസിക വയസ്സ് എന്നൊക്കെ പറയുന്ന ആശയത്തിന് രൂപം നൽകിയത് ആൽഫ്രഡ് ബിനെയാണ്. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ആൽഫ്രഡ് ബിനെയുടേതായിട്ടുണ്ട്. ഇനി അടുത്തത് ബുദ്ധിമാനം, ഇന്റലിജൻസ് കോഷ്യൻ അഥവാ IQ. ഈ പദം ആദ്യമായി പ്രയോഗിച്ചത് ആരാണെന്നറിയാമോ? ബുദ്ധിമാനം അഥവാ IQ എന്ന് പറയുന്ന ആ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് കോഷ്യന്റ് എന്ന് പറയുന്ന ആ ഒരു പദം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണെന്ന് പറയാമോ? വില്യം സ്റ്റേൺ ആണ് ബുദ്ധിമാനം അഥവാ IQ എന്ന് പറയുന്ന ആ പദം ആദ്യമായി പ്രയോഗിച്ചത്. ജർമ്മൻ മനഃശാസ്ത്രജ്ഞനായ വില്യം സ്റ്റേൺ ആണ്. ഇങ്ങനെ ആ ഒരു സംഖ്യാരൂപത്തിലേക്ക്, അതായത് IQ = MA/CA × 100 എന്ന് പറയുന്ന ആ ഒരു സംഖ്യാരൂപത്തിലേക്ക്, ആ ഒരു ഇക്വേഷൻ രൂപത്തിലേക്ക് അതിനെ കൊണ്ടുവന്നതും വില്യം സ്റ്റേൺ ആണ്. അതുപോലെ വില്യം സ്റ്റേണിന്റെ ആശയത്തെ, അതായത് IQ എന്ന് പറയുന്ന ആശയത്തെ ബുദ്ധിമാനം എന്ന സംജ്ഞയുമായി ബന്ധപ്പെടുത്തിയത് ലൂയിസ് ടെർമാൻ ആണ്. ഇങ്ങനെ തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. വില്യം സ്റ്റേണിന്റെ ആശയത്തെ ബുദ്ധിമാനം അഥവാ IQ എന്ന സംജ്ഞയുമായി ബന്ധപ്പെടുത്തിയത് ലൂയിസ് ടെർമാൻ ആയിരുന്നു. 1916 വില്യം സ്റ്റേണിന്റെ ആശയത്തെ ബുദ്ധിമാനം അഥവാ IQ എന്ന സംജ്ഞയുമായി ബന്ധപ്പെടുത്തിയത് ലൂയിസ് ടെർമാൻ 1916. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം IQ കണ്ടുപിടിക്കാൻ MA മാനസിക വയസ്സ് അവർ തരും, കാലിക വയസ്സും തരും. നമ്മൾ അതിനെ 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അതിന് അതെന്തിനാ 100 കൊണ്ട്? അതൊരു കോൺസ്റ്റന്റ് ആണ് അല്ലെ? അപ്പൊ അങ്ങനെ ആയാൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു കുട്ടിയുടെ മാനസിക വയസ്സും കാലിക വയസ്സും തുല്യമായാൽ അതിന്റെ IQ എത്രയായിരിക്കും? 100. ഓർത്തു വെച്ചോണേ, അത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കുട്ടിയുടെ മാനസിക വയസ്സ് കാലിക വയസ്സിന് തുല്യമായാൽ അവന്റെ ബുദ്ധിമാനം 100 ആയിരിക്കും. ഓക്കെ മിസ്, ഒരു ചോദിച്ചോട്ടെ മിസ്സേ? വില്യം സ്റ്റേണിന്റെ ആശയത്തെ ബന്ധപ്പെടുത്തിയ വക്താവിന്റെ പേര് ലൂയിസ് ടെർമാൻ. ഓക്കെ മിസ്. TERMAN ടെർമാൻ, ലൂയിസ് ടെർമാൻ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യട്ടെ. ഓക്കെ മിസ്. ഇനി നമ്മൾ ഈ IQ ബുദ്ധിമാനത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ വ്യക്തികളെ തരംതിരിക്കുന്നത്, ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ. അപ്പൊ അത് എന്താണെന്നൊന്ന് നോക്കാം.
IQ 30 താഴെയാണെങ്കിൽ അവരെ ജഡബുദ്ധി അഥവാ ഇഡിയറ്റ് എന്ന് പറയുന്നു. 30 താഴെ ജഡബുദ്ധി അഥവാ ഇഡിയറ്റ്. 30നും 50നും ഇടയിലാണ് IQ എങ്കിൽ ക്ഷീണബുദ്ധി അഥവാ ഇംബസൈൽ എന്ന് പറയും. ക്ഷീണബുദ്ധി അഥവാ ഇംബസൈൽ. 50നും 70നും ഇടയിലാണ് ബുദ്ധിശക്തിയെങ്കിൽ മൂഢബുദ്ധി അഥവാ മോറോൺ എന്ന് പറയും. മൂഢബുദ്ധി അഥവാ മോറോൺ. അപ്പം ഈ ജഡബുദ്ധി, ക്ഷീണബുദ്ധി, മൂഢബുദ്ധി ഇവരെ ഈ 3 കാറ്റഗറിയെയും കൂടെ ചേർത്ത് ദുർബല ബുദ്ധി അഥവാ ഫീബിൾ മൈൻഡഡ് എന്ന് പറയും. ദുർബല ബുദ്ധി അഥവാ ഫീബിൾ മൈൻഡഡ്. എഴുതിയോ? ഓക്കെ. പിന്നെ IQ 70നും 85നും ഇടയിലാണെങ്കിൽ അവര് മന്ദബുദ്ധി അഥവാ ഡൾ. 70നും 85നും ഇടയിൽ മന്ദബുദ്ധി അഥവാ ഡൾ. 85നും 115നും ഇടയിൽ ശരാശരി ബുദ്ധിയുള്ളവരാണ് അവര്, ആവറേജ്. 85നും 115നും ഇടയിൽ. 115നും 130നും ഇടയിൽ ശ്രേഷ്ഠ ബുദ്ധിയായിരിക്കും. 115നും 130നും ഇടയിൽ ശ്രേഷ്ഠ ബുദ്ധി. 130ൽ കൂടുതലാണെങ്കിൽ ഭിഷണാശാലി അഥവാ ജീനിയസ്, ഗിഫ്റ്റഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, പ്രതിഭാശാലികൾ എന്നൊക്കെ പറയില്ലേ കുട്ടികളെ, അതാണ്. ഒന്നുകൂടെ പറയാം. 30ൽ താഴെ ജഡബുദ്ധി, 30നും 50നും ഇടയിൽ ക്ഷീണബുദ്ധി, 50നും 70നും ഇടയിൽ മൂഢബുദ്ധി, 70നും 85നും ഇടയിൽ മന്ദബുദ്ധി, 85നും 115നും ഇടയിൽ ശരാശരി, 115നും 130നും ഇടയിൽ ശ്രേഷ്ഠ ബുദ്ധി, 130ൽ കൂടുതൽ ധിഷണാശാലി എന്ന് പറയും. പ്രതിഭാശാലികളായ കുട്ടികളെ കുറിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞരെ പറ്റി ഒന്ന് ഞാൻ പറയാമേ. പ്രതിഭാശാലികളായ കുട്ടികളെ കുറിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞർ. പ്രതിഭാശാലികൾ ഒരു 3 പേരുണ്ട്. ആ പേര് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. പ്രതിഭാശാലികളായ കുട്ടികളെ കുറിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞനാണ് ടെർമാൻ. നേരത്തെ പറഞ്ഞില്ലേ, ലൂയിസ് ടെർമാൻ. ദെൻ ഹോളിംഗ്ബർത്ത്, ഹോളിംഗ്ബർത്ത്, ഗസൽ. ടെർമാൻ, ഹോളിംഗ്ബർത്ത്, ഗസൽ. മൂന്നാമത്തെ എന്ന് പറയുമ്പോ ഗസൽ, ഗസൽ, ഗസൽ എഴുതിയോ? ജി ആണ് ഗസൽ. നമ്മുടെ ഗസല് പാട്ടൊക്കെ അല്ലേ ഗസൽ. ടെർമാൻ, ഹോളിംഗ്ബർത്ത്, ഗസൽ. ഓക്കെ. IQ 30ൽ കൂടുതലുള്ളവര് പ്രതിഭാശാലികളായ കുട്ടികളായിരിക്കും. അതൊന്ന് ഓർത്ത് വെച്ചോണം. IQ 30ൽ കൂടുതലുള്ളവര് പ്രതിഭാശാലികളായ കുട്ടികളായിരിക്കും. ഒരിത്തിരി കാര്യം കൂടെ ഞാനൊന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്ന് പറഞ്ഞോട്ടെ. ഈ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ പ്രതിഭാശാലികളായ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ചില വിദ്യാഭ്യാസ പരിപാടികളെ പറ്റി പറയുന്നുണ്ട്. നമ്മുടെയൊക്കെ ക്ലാസ്സുകളിൽ അല്ലെ സ്കൂളുകളിലൊക്കെ പ്രതിഭാശാലികളായ കുട്ടികൾ, അപ്പൊ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ചില വിദ്യാഭ്യാസ പരിപാടികളാണ്. അതിൽ ഒന്നാമത്തേതാണ് പോഷക പരിപാടി അഥവാ എൻറിച്ച്മെന്റ് പ്രോഗ്രാം. പോഷക പരിപാടി അഥവാ എൻറിച്ച്മെന്റ് പ്രോഗ്രാം. അതായത് അവരുടെ കഴിവുകൾക്കും വാസനകൾക്കും അനുസരിച്ച് സമ്പന്നമായ പഠന പ്രവർത്തനങ്ങൾ നൽകുക. ആ പേരിൽ തന്നെയാണ് പോഷക പരിപാടികൾ. രണ്ടാമത്തേത് സമാന സംഘങ്ങളുടെ രൂപീകരണം അഥവാ എബിലിറ്റി ഗ്രൂപ്പ്. ഒരേപോലെ കഴിവുകളുള്ള കുട്ടികളുടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക എന്ന് പറയും. പക്ഷെ അത് അത്ര നല്ലൊരു കാര്യമല്ല അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നത്. നമ്മളോട് എപ്പോഴും പറഞ്ഞ ഭിന്ന നിലവാരക്കാരുടെ ഗ്രൂപ്പുകൾ ഫോം ചെയ്യണമെന്നില്ലേ നമ്മൾ പറയാറ്. ക്ലാസ്സിൽ അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്. അതാണ് ശരിയായ വേ. അപ്പൊ ഇവരുടെ ഒരു ഇവരെ എന്താ പറയുന്നത്, ഒന്ന് പലപ്പോഴും പ്രതിഭാശാലികളായ കുട്ടികളെ നമ്മൾ സാധാരണ ഗ്രൂപ്പുകളിലൊക്കെ ഇരുത്തുമ്പോൾ അവർ കുറച്ച് എന്താ പറയുന്നത് കുറ്റക്കേടുകളൊക്കെ കാണിക്കാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ മൂന്നാമത്തേത് മുൻകൂട്ടിയുള്ള സ്കൂൾ പ്രവേശനം. നേരത്തെ അവർക്ക് സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കുക, മുൻകൂട്ടിയുള്ള സ്കൂൾ പ്രവേശനം. പിന്നെ വിശിഷ്ടീകൃത അധ്യാപനം. വിശിഷ്ടീകൃത അധ്യാപനം എന്ന് പറയുമ്പം ഉയർന്ന ബുദ്ധിമാനമുള്ള കുട്ടികളെ സംഘടിപ്പിച്ച് അവർക്ക് നൽകുന്ന പ്രത്യേക പഠന പ്രവർത്തനങ്ങളാണ്. പ്രത്യേക പരിശീലനം നേടിയ അധ്യാപകരും ഉണ്ടാകണം ഈ വിശിഷ്ടീകൃത അധ്യാപനത്തിന്. അടുത്തത് പ്രത്യേക സ്കൂളുകൾ, സ്പെഷ്യൽ സ്കൂളുകൾ അവർക്ക് വേണ്ടി, പ്രതിഭാശാലികളായ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക സ്കൂളുകൾ പറയുന്നുണ്ട്. പിന്നെ
ത്വരണം അഥവാ ആക്സിലറേഷൻ. അതായത് സാധാരണ എല്ലാവർക്കും കൂടിയാണ് നമ്മൾ സാധാരണ പാഠ്യപദ്ധതികൾ തയ്യാറാക്കുന്നത് അല്ലെ. അപ്പൊ അത് ഈ പ്രതിഭാശാലികളായ കുട്ടികൾക്ക് അത് ഗ്രാസ്പ് ചെയ്യാൻ അത്രയും സമയമൊന്നും വേണ്ടി വരത്തില്ല. അവർ നല്ല ഐക്യ കൂടുതലുള്ള കുട്ടികളായതുകൊണ്ട് അപ്പൊ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമോ, അവരുടെ പുരോഗതിക്ക് അനുസരിച്ച് ക്ലാസ് കയറ്റം നൽകണമെന്ന് ടെർമാന്റെ പഠനത്തിൽ അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ട്. ഒരാൾക്ക് ത്വരണം അഥവാ ക്ലാസ് കയറ്റം. ഇപ്പം 5ാം ക്ലാസ്സിൽ നിന്ന് കുട്ടി എന്ത് ചെയ്യുക, 6ലേക്ക് കടത്താതെ 7ലേക്ക് കടത്തി വിടുക, അതേപോലെയുള്ള പ്രവർത്തനങ്ങൾ. ഇതൊക്കെ പ്രതിഭാശാലികളായ കുട്ടികളുടെ വിദ്യാഭ്യാസ പരിപാടികളായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. പോഷക പരിപാടി, സമാന സംഘങ്ങളുടെ രൂപീകരണം, മുൻകൂട്ടിയുള്ള സ്കൂൾ പ്രവേശനം, വിശിഷ്ടീകൃത അധ്യാപനം, പ്രത്യേക സ്കൂളുകൾ, ത്വരണം എന്നിവ. പിന്നെ നമ്മൾ മന്ദബുദ്ധികളായ കുട്ടികൾ, അതായത് ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളെയും 3ആയി തരം തിരിച്ചിട്ടുണ്ട്. അതായത് എഡ്യൂക്കബിൾ ഗ്രൂപ്പ്, അതായത് വിദ്യാഭ്യാസം നൽകാൻ സാധിക്കുന്നവരെ എഡ്യൂക്കബിൾ ഗ്രൂപ്പ് ആക്കി കണക്കാക്കിയിരിക്കുന്നു. പരിശീലനം നേടാൻ കഴിയുന്നവർ ട്രെയിനബിൾ ഗ്രൂപ്പ്, അതുപോലെ പരസഹായം ആവശ്യമായി വരുന്നവർ കസ്റ്റോഡിക്കൽ ഗ്രൂപ്പ്. എഴുതിയോ അത്? അതായത് ബുദ്ധിമാന്യമുള്ളവരെ തരംതിരിച്ചിരിക്കുന്ന 3 തിരിവുകളാണ്. 1 വിദ്യാഭ്യാസം നൽകാൻ സാധിക്കുന്നവർ എഡ്യൂക്കബിൾ ഗ്രൂപ്പ്, 2 പരിശീലനം നേടാൻ കഴിയുന്നവർ അഥവാ ട്രെയിനബിൾ ഗ്രൂപ്പ്, 3 പരസഹായം ആവശ്യമായി വരുന്നവർ കസ്റ്റോഡിക്കൽ ഗ്രൂപ്പ്. അപ്പൊ ഈ എഡ്യൂക്കബിൾ ഗ്രൂപ്പിലുള്ള ആളുകളെ നമുക്ക് ഹൈസ്കൂൾ തലം വരെയൊക്കെ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ട്രെയിനബിൾ ഗ്രൂപ്പിനെ നമുക്കധികം പഠിപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല. ചില തൊഴിൽ പരിശീലനങ്ങളോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും അവരുടെ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ആവശ്യമായ പരിശീലനങ്ങളും ഒക്കെ അവർക്ക് നൽകാനായിട്ട് സാധിക്കും. അതായത് വലിയ വൈദഗ്ധ്യമില്ലാത്ത ചെറിയ തൊഴിൽ പരിശീലനങ്ങളൊക്കെ അവർക്ക് കൊടുക്കാം ഈ ട്രെയിനബിൾ ഗ്രൂപ്പിന്. പക്ഷേ ഈ കസ്റ്റോഡിക്കൽ ഗ്രൂപ്പ് എന്ന് പറയുന്നവർക്ക് മറ്റുള്ളവരുടെ ഇല്ലാതെ അവർക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങൾ, ജീവിത കാര്യങ്ങൾ പോലും നിറവേറ്റാനായിട്ട് സാധിക്കത്തില്ല. അത്രയാണ് അവിടെ ഞാൻ ഒന്ന് എക്സ്ട്രാ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി അടുത്തത് വൈകാരിക ബുദ്ധിയെ പറ്റിയിട്ടാണ് കുറച്ചൊരു കാര്യം അതിനെപ്പറ്റി. വൈകാരിക ബുദ്ധി എന്താണ്? വൈകാരിക ബുദ്ധി ഒരു വ്യക്തി തന്റെയും മറ്റുള്ളവരുടെയും വൈകാരിക അവസ്ഥകളെ തിരിച്ചറിയാനും വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുമുള്ള പ്രചോദകമായി തിരിച്ചറിവിനെ ഉപയോഗപ്പെടുത്താനുമുള്ള സാമൂഹ്യമായ ബുദ്ധിശക്തിയാണ് വൈകാരിക ബുദ്ധി. അത് നേരത്തെ പറഞ്ഞു, തന്റെയും മറ്റുള്ളവരുടെയും വൈകാരിക അവസ്ഥകളെ തിരിച്ചറിയുക, വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക, ആ തന്റെയും മറ്റുള്ളവരുടെയും വൈകാരിക അവസ്ഥകളെ തിരിച്ചറിയുന്ന ആ കഴിവ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, മറ്റുള്ളവരുമായുള്ള വ്യക്തിബന്ധങ്ങൾ നിലനിർത്തുക. അങ്ങനെയൊക്കെയുള്ള ഒരു സാമൂഹിക ബുദ്ധിശക്തിയാണ് വൈകാരിക ബുദ്ധി. ഒരു സാമൂഹിക ബുദ്ധിശക്തിയാണ് വൈകാരിക ബുദ്ധി. 5 തലങ്ങൾ വൈകാരിക ബുദ്ധിക്കുള്ളതായിട്ട് പറയുന്നു. നമ്മുടെ വികാരങ്ങളെ തിരിച്ചറിയുക, നോയിങ് അവർ ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങളെ തിരിച്ചറിയുക. വികാരങ്ങളെ നിയന്ത്രിക്കുക, മാനേജിങ് അവർ ഇമോഷൻസ്. സ്വയം പ്രചോദിതരാകുക, മോട്ടിവേറ്റിംഗ് അവർ സെൽസ്. മറ്റുള്ളവരുടെ വികാരങ്ങളെ അറിയുകയും സ്വാധീനിക്കുകയും ചെയ്യുക, റെക്കഗ്നൈസിംഗ് ദ ഇമോഷൻസ് ഓഫ് അതേഴ്സ്. ബന്ധങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, ഡീലിംഗ് റിലേഷൻസ് എഫക്റ്റീവ്ലി. ഇതൊക്കെ വൈകാരിക ബുദ്ധിയുമായി വിശദീകരിക്കുന്ന 5 തലങ്ങളാണ്. അപ്പൊ ഇതിലേതെങ്കിലുമൊക്കെ തന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വൈകാരിക ബുദ്ധിയുമായി ബന്ധപ്പെട്ടത് ഏതാണെന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ വികാരങ്ങളെ തിരിച്ചറിയുക, വികാരങ്ങളെ നിയന്ത്രിക്കുക, സ്വയം പ്രചോദിതമാകുക, മറ്റുള്ളവരുടെ But as I'm again and again saying, in a lot of confusion, some say Kawasaki. I am going according to what is given in Nelson's textbook of pediatrics. It's a very authentic textbook, and it clearly says. ഓക്കെ, നമ്മുടെ വികാരങ്ങളെ തിരിച്ചറിയുക, വികാരങ്ങളെ നിയന്ത്രിക്കുക, സ്വയം പ്രചോദിതമാവുക, മറ്റുള്ളവരുടെ വികാരങ്ങളെ അറിയുകയും സ്വാധീനിക്കുകയും ചെയ്യുക, ബന്ധങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. ഇനി ഒരു ചെറിയ പോർഷനും കൂടെ ഉണ്ട്, അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. അത് നിങ്ങൾക്ക്
പിന്നെ ഒരാളുടെ ഒരു പേരൂടെ ഒന്ന് എഴുതിക്കോണേ. വൈകാരിക ബുദ്ധി വികസിക്കുന്നതിനനുസരിച്ച് അക്കാദമിക നേട്ടവും വർദ്ധിപ്പിക്കാമെന്ന് ഒരു സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ പഠനങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് കാരൻ സ്റ്റോൺ മെക്കോവാൻ. ഞാൻ സ്പെല്ലിങ് പറയാം. അതായത് വൈകാരിക ബുദ്ധി വികസിക്കുന്നതിനനുസരിച്ച് അക്കാദമിക നേട്ടവും വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞത്. വൈകാരിക ബുദ്ധി വികസിക്കുന്നതിനനുസരിച്ച് അക്കാദമിക നേട്ടവും വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞത് കാരൻ സ്റ്റോൺ മെക്കോവാൻ. KARENSTONE ക്യാപിറ്റൽ M ക്യാപിറ്റൽ C മക് പിന്നെ COWAN. കാരൻ സ്റ്റോൺ മെക്കോവാൻ. എഴുതിയോ? അത് എഴുതിയോ? കണ്ടിന്യൂ ചെയ്യട്ടെ. കണ്ടിന്യൂ ചെയ്യാം. അടുത്തത് ട്രയാർക്കിക് സിദ്ധാന്തം. ട്രയാർക്കിക് സിദ്ധാന്തം. ട്രയാർക്കിക് സിദ്ധാന്തം ആരുടേതാണെന്ന് അറിയാമോ? ട്രയാർക്കിക് സിദ്ധാന്തം വില്യം സ്റ്റേൺബർഗ് ആണ്. റോബർട്ട് സ്റ്റേൺബർഗിന്റേതാണ്. ട്രയാർക്കിക് സിദ്ധാന്തം അവതരിപ്പിച്ചത് റോബർട്ട് സ്റ്റേൺബർഗ്. റോബർട്ട് സ്റ്റേൺബർഗ്. എന്താണ് ഈ സിദ്ധാന്തം? ജ്ഞാതൃ മനഃശാസ്ത്രത്തെയും ബുദ്ധിയെ കുറിച്ച് ഉള്ള ചിന്തകളെയും, അതായത് ജ്ഞാതൃ മനഃശാസ്ത്രത്തെയും ബുദ്ധിയെ കുറിച്ചുള്ള ചിന്തകളെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സിദ്ധാന്തമാണ് ട്രയാർക്കിക് സിദ്ധാന്തം. ജ്ഞാതൃ മനഃശാസ്ത്രത്തെയും ബുദ്ധിയെ കുറിച്ചുള്ള ചിന്തകളെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സിദ്ധാന്തം. നോക്കിയേ, നമ്മുടെ ആന്തരിക ഭാവങ്ങളായ ചിന്തകളും, നമ്മുടെ ചിന്തകൾ ആന്തരികമാണല്ലേ, ആ ആന്തരിക ഭാവങ്ങളായ ചിന്തകളും നിത്യജീവിതത്തിലെ ബാഹ്യ പ്രകടനങ്ങളും എങ്ങനെയാണ് പരസ്പരം കൈകോർക്കുന്നതെന്ന് പറഞ്ഞ് വിശദീകരിച്ചതും സ്റ്റേൺബർഗ് ആണ്. റോബർട്ട് സ്റ്റേൺബർഗ് ആന്തരിക ഭാവങ്ങളായ ചിന്തകളും നിത്യജീവിതത്തിലെ ബാഹ്യ പ്രകടനങ്ങളും എങ്ങനെ പരസ്പരം കൈകോർക്കുന്നുവെന്ന് വിശദീകരിച്ചത് റോബർട്ട് സ്റ്റേൺബർഗ് ആണ്. അദ്ദേഹം അങ്ങനെ നോക്കുമ്പോൾ ബുദ്ധിക്ക് 3 തലങ്ങളുണ്ട് എന്ന് സ്റ്റേൺബർഗ് പറയുന്നു. ബുദ്ധിക്ക് 3 തലങ്ങൾ. സ്റ്റേൺബർഗിന്റെ അഭിപ്രായം അനുസരിച്ച് ബുദ്ധിക്ക് 3 തലങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് സക്സസ്ഫുൾ ഇന്റലിജൻസ്. സക്സസ്ഫുൾ ഇന്റലിജൻസ് ആണ് അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. സക്സസ്ഫുൾ ഇന്റലിജൻസ് 1996. സക്സസ്ഫുൾ ഇന്റലിജൻസ്. ഓക്കെ, റോബർട്ട് സ്റ്റേൺബർഗിന്റെ. ആ ബുദ്ധിയുടെ 3 തലങ്ങളാണ് കമ്പോണൻഷ്യൽ ഇന്റലിജൻസ്, എക്സ്പെരിമെന്റൽ ഇന്റലിജൻസ്, കോണ്ടെക്സ്ച്വൽ ഇന്റലിജൻസ്. ഏതൊക്കെയാണ്? കമ്പോണൻഷ്യൽ ഇന്റലിജൻസ്, എക്സ്പെരിമെന്റൽ ഇന്റലിജൻസ്, കോണ്ടെക്സ്ച്വൽ ഇന്റലിജൻസ്. എഴുതിയോ? കമ്പോണൻഷ്യൽ ഇന്റലിജൻസ്, എക്സ്പെരിമെന്റൽ ഇന്റലിജൻസ്, കോണ്ടെക്സ്ച്വൽ ഇന്റലിജൻസ്. എഴുതിയോ? പറയട്ടെ, ഇതോരോന്നും വിശദീകരിച്ചു പോകട്ടെ. പോയിക്കോളൂ മാം. അതിലെന്താണ് കമ്പോണൻഷ്യൽ ഇന്റലിജൻസ്? ഒരു വസ്തുത വിശകലനം ചെയ്യുകയും അതിനെക്കുറിച്ച് കാര്യകാരണ സഹിതം യുക്തിസഹമായി ചിന്തിക്കുകയും ചെയ്ത് ആശയങ്ങൾ തമ്മിലുള്ള ബന്ധം കണ്ടെത്തുന്നതിനുള്ള കഴിവാണ്. ഒറ്റ കാര്യം മനസ്സിലാക്കുക, ആശയങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം കണ്ടെത്തുന്നതിനുള്ള കഴിവാണ് കമ്പോണൻഷ്യൽ ഇന്റലിജൻസ്. അതായത് കാര്യകാരണ സഹിതം യുക്തിസഹമായി ചിന്തിച്ച് ആശയങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം കണ്ടെത്തുന്നതാണ് കമ്പോണൻഷ്യൽ ഇന്റലിജൻസ്. എക്സ്പെരിമെന്റൽ എന്തോ ടീച്ചറെ? 2, എക്സ്പെരിമെന്റൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് പുതിയ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കുന്നതിനുള്ള ശേഷിയാണ്. അതായത് സുപരിചിതമായ പ്രശ്നങ്ങളെ തനിയെ യാന്ത്രികമായി പരിഹരിക്കുവാനും ഇതുവഴി കഴിയുന്നത് പ്രശ്ന പരിഹരണമാണ്. അത്ര ഓർപ്പിക്കുക, പ്രശ്ന പരിഹരണം. എക്സ്പെരിമെന്റൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് പ്രശ്നം പരിഹരിക്കുക. പുതിയ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കുന്നു, അതുപോലെ തന്നെ സുപരിചിതമായ പ്രശ്നങ്ങളെ തനിയെ യാന്ത്രികമായി സോൾവ് ചെയ്യുന്നു. അതാണ് എക്സ്പെരിമെന്റൽ ഇന്റലിജൻസ്.
അടുത്തത് കോണ്ടെക്സ്ച്വൽ ഇന്റലിജൻസ്. കോണ്ടെക്സ്ച്വൽ ഇന്റലിജൻസ് അതെന്ന് പറയുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാനും അവയെ തനിക്ക് അനുകൂലമായി മാറ്റാനുമുള്ള കഴിവാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാനും അവയെ തനിക്ക് അനുകൂലമായി മാറ്റാനുമുള്ള കഴിവാണ് കോണ്ടെക്സ്ച്വൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം വിവിധ സാഹചര്യങ്ങളിൽ ബുദ്ധിയുടെ വിവിധ ആവിഷ്കാരമാണ് അല്ലെ. നമ്മൾ ഇപ്പൊ ഒരു സമയത്ത് നമ്മുടെ ബുദ്ധിപരമായ പ്രവൃത്തി എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്ത ആ ഒരു പ്രവൃത്തി ചിലപ്പോൾ വേറൊരു സമയത്ത് നമ്മൾ അതേപോലെ പ്രവർത്തിച്ചാൽ അത് വളരെ വലിയൊരു വിഡിതമായി മാറാറുണ്ട് അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. ഒരു സാഹചര്യത്തിലെ ബുദ്ധിപരമായ ഒരു പ്രവൃത്തി മറ്റൊരു സാമൂഹ്യ സാഹചര്യത്തിൽ ബുദ്ധിപരമായി കണക്കാക്കണമെന്നില്ല. അതുകൊണ്ട് ഇതിനെ എന്ത് പറയുന്നു എന്നറിയാമോ? സ്ട്രീറ്റ് വൈസ് ഇന്റലിജൻസ് എന്ന് വിളിക്കുന്നു. സ്ട്രീറ്റ് വൈസ് ഇന്റലിജൻസ് എന്നും വിളിക്കുന്നു. ഈ കോണ്ടെക്സ്ച്വൽ ഇന്റലിജൻസിനെ സ്ട്രീറ്റ് വൈസ് ഇന്റലിജൻസ് എന്നും പറയുന്നു. സ്ട്രീറ്റ് വൈസ് ഇന്റലിജൻസ് എഴുതിയോ? ഏതാണെന്ന് മൂന്നെണ്ണവും. അതായത് കമ്പോണൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്താണ്? ആശയങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം കണ്ടെത്തുന്നു. എക്സ്പെരിമെന്റൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന പ്രശ്നങ്ങളെ പെട്ടെന്ന് പരിഹരിക്കുന്നു. ദെൻ മൂന്നാമത്തെ കോണ്ടെക്സ്ച്വൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറുക, അവയെ തനിക്ക് അനുകൂലമായി മാറ്റുക. ഇതൊക്കെയാണ് കോണ്ടെക്സ്ച്വൽ ഇന്റലിജൻസിൽ പറയുന്നത്. ഇത്രയുമാണ് ഞാൻ ഇന്ന് ഉദ്ദേശിച്ചു വന്ന കാര്യങ്ങൾ. ഞാനൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യട്ടെ. അഞ്ജലി ടീച്ചറെ സമയം ചെയ്തോളൂ. ഇതെല്ലാം തന്നെ പല വർഷങ്ങളിലായിട്ട് കേറ്ററ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അത് ഫസ്റ്റ് കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 4, 3 അല്ല കാറ്റഗറി 4. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചോളൂ. വൈകാരിക ശേഷി എന്നാൽ എന്ത്? വൈകാരിക ശേഷി എന്നാൽ എന്ത്? ഒന്ന്, ഓപ്ഷൻ എ, നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും നിയന്ത്രിക്കാനുമുള്ള കഴിവ്. ഓപ്ഷൻ ബി, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളും ഉദ്ദേശ്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവ്. ഓപ്ഷൻ സി, വൈകാരിക സന്ദർഭങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ്. ഓപ്ഷൻ ഡി, ഇവയെല്ലാം തന്നെ. ഇവയെല്ലാം. അപ്പൊ വൈകാരിക ശേഷി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും നിയന്ത്രിക്കാനുമുള്ള കഴിവാണ്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളും ഉദ്ദേശ്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവാണ്. വൈകാരിക സന്ദർഭങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവാണ്. ഇതെല്ലാം വൈകാരിക ശേഷിയാണ് അല്ലെ. രണ്ടാമത്തേത്, IQ നിർണയിക്കുന്നതിനുള്ള ഫോർമുല ആദ്യമായി അവതരിപ്പിച്ചത് ആര്? ആൽഫ്രഡ് ബിനെ, വില്യം സ്റ്റേർട്ട്, ഗിൽഫോർഡ്, ഇവയൊന്നുമല്ല. IQ നിർണയിക്കുന്നതിനുള്ള ഫോർമുല ആദ്യമായി അവതരിപ്പിച്ചത് വില്യം സ്റ്റേർട്ട്, ഗിൽഫോർഡ്, ഇവയൊന്നുമല്ല. എഴുതി വെച്ചില്ലേ മുമ്പേ? അത് ഓക്കെ. മൂന്നാമത്തേത്, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആര്? ലിക്കർട്ട്, എറിക്സൺ, ഹവാർഡ് ഗാർഡനർ, ഓക്കെ. ഹവാർഡ് ഗാർഡനർ. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചോണേ. ഫെമിനയുടെ ബുദ്ധിമാനം അതായത് IQ 130 എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഫെമിനയുടെ ബുദ്ധിമാനം എത്രയാണ്? 130. ഇതനുസരിച്ച് ചുവടെ കൊടുക്കുന്നവയിൽ ഏതാണ് ശരിയായ പ്രസ്താവന? ഞാനൊരു 4 പ്രസ്താവന വായിക്കും, അതിലേതാണ് ശരി ഒന്ന് ശ്രദ്ധിച്ചോണം. ഫെമിനയുടെ ബുദ്ധിമാനം 130. ഓപ്ഷൻ എ, ഫെമിനയുടെ മാനസിക വയസ്സ് ശാരീരിക വയസ്സിനേക്കാൾ കൂടുതലാണ്. ഓപ്ഷൻ ബി, ഫെമിനയുടെ മാനസിക വയസ്സ് ശാരീരിക വയസ്സിനേക്കാൾ കുറവാണ്. സി, ഫെമിനയുടെ മാനസിക വയസ്സും ശാരീരിക വയസ്സും തുല്യമാണ്. ഓപ്ഷൻ ഡി, ഫെമിനയുടെ ബുദ്ധിവൈഭവം ശരാശരിയിൽ താഴെയാണ്. ഓപ്ഷൻ എ മിസ്. ഓപ്ഷൻ എ. നമ്മുടെ മാനസിക വയസ്സ് ശാരീരിക വയസ്സിനെക്കാട്ടിൽ കൂടിയിരിക്കുമ്പോൾ IQ 100 കൂടുതലായിരിക്കും കേട്ടോ.
നേരെ തിരിച്ച് മാനസിക വയസ്സ് ശാരീരിക വയസ്സിനെക്കാട്ടി താഴെയാണെങ്കിൽ അത് 100 താഴേക്ക്. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. 1, 2, 3 ഡിജിറ്റ്സ് മാറ്റിയിട്ട് അതൊന്ന് ചെയ്ത് നോക്കണം. അപ്പൊ അവിടെ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കേണ്ട സമയമൊന്നും വരില്ല. ഓക്കെ, മനസ്സിലായല്ലോ അത്. അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തേത്. വൈകാരിക ബുദ്ധിയെ പറ്റി ആഴത്തിൽ പ്രതിപാദിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതാര്? ഓപ്ഷൻ എ ഡാനിയൽ ഗോൾമാൻ, ഓപ്ഷൻ ബി ഹൊവാർഡ് ഗാർട്ട്നർ, ഓപ്ഷൻ സി ആൽഫ്രഡ് ബിനെ, ഓപ്ഷൻ ഡി ചാൾസ് പിയർമാൻ. ഡാനിയൽ ഗോൾമാൻ. ഡാനിയൽ ഗോൾമാൻ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. ഒരു ബുദ്ധി പരീക്ഷയിൽ ഒരു കുട്ടിയുടെ IQ 140 എന്ന് മനസ്സിലാക്കി, 140. ആ കുട്ടി ഏത് കൂട്ടത്തിൽ പെടുന്നു? ഞാൻ 4 കൂട്ടങ്ങൾ പറയും, അതിൽ ഏതിലാണെന്ന് പറയാം. 1, ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവൻ, ബി പഠന വൈകല്യമുള്ളവൻ, സി ശാരീരിക വെല്ലുവിളി നേരിടുന്നവൻ, ഡി ബൗദ്ധികമായി ഉന്നത നിലവാരമുള്ളവൻ. ഓപ്ഷൻ ഡി ബൗദ്ധികമായി ഉന്നത നിലവാരമുള്ളവൻ. ബൗദ്ധികമായി ഉന്നത നിലവാരമുള്ളവൻ. ബൗദ്ധികമായി ഉന്നത നിലവാരമുള്ളവൻ. 7, പ്രതിഭാശാലികളായ കുട്ടികൾക്ക് കൂടുതൽ പഠന അവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതിന് താഴെ പറയുന്നവയിൽ അപ്രധാനമായത് ഏതെന്നാണ്? അപ്രധാനമായത് ഏത്? എ സ്വതന്ത്രമായി ചെയ്യാൻ ഉന്നത നിലവാരമുള്ള പ്രോജക്റ്റുകൾ നൽകുന്നു, ബി ചിന്തോദ്ദീപകമായ അസൈൻമെന്റുകൾ കൃത്യമായി നൽകുന്നു, ഓപ്ഷൻ സി പാഠ്യവസ്തു ലളിതവൽക്കരിക്കുന്നു, ഓപ്ഷൻ ഡി പഠന നിലവാര റെക്കോർഡ് കൃത്യമായി സൂക്ഷിക്കുന്നു. ഓപ്ഷൻ സി കൃത്യമായി സൂക്ഷിക്കുന്നു. സി ആണ് പാഠ്യവസ്തു ലളിതവൽക്കരിക്കുന്നു. പ്രതിഭാശാലിയായ കുട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം ആവശ്യമുള്ള കാര്യമാണോ? അല്ല. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ. ഫ്രെയിംസ് ഓഫ് മൈൻഡ്, ദ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, അതായത് 1983 എന്ന പ്രസിദ്ധമായ പുസ്തകത്തിന്റെ രചയിതാവാര്? ഹൊവാർഡ് ഗാർട്ട്നർ. വേറൊരു തരത്തിൽ അത് ചോദിച്ചിരിക്കുകയാണ്. ബുദ്ധിക്ക് ബഹുമുഖത്വം ഉണ്ടെന്ന സിദ്ധാന്തം അവതരിപ്പിച്ചതാര്? ഹൊവാർഡ് ഗാർട്ട്നർ. അടുത്ത ക്വസ്റ്റ്യൻ. വ്യക്തിക്ക് സന്ദർഭത്തിനനുസരിച്ച് പെരുമാറാനും സാഹചര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കാനും കഴിയുന്ന ബുദ്ധിയെന്ന് റോബർട്ട് സ്റ്റേൺബർഗ് വിശേഷിപ്പിക്കുന്ന ബുദ്ധിയുടെ ഘടകം ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ കമ്പോണൻഷ്യൽ ഇന്റലിജൻസ്, ഓപ്ഷൻ ബി എക്സ്പെരിമെന്റൽ ഇന്റലിജൻസ്, ഓപ്ഷൻ സി കോണ്ടെക്സ്ച്വൽ ഇന്റലിജൻസ്, ഓപ്ഷൻ ഡി crystallized intelligence. Contextual intelligence. കോണ്ടെക്സ്റ്റുവൽ, അത് ആ കോണ്ടെക്സ്റ്റ്, അങ്ങനെ ആ സാഹചര്യം ഒക്കെ ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നല്ലേ കോണ്ടെക്സ്റ്റ് എന്നുള്ളത്. ഇനി അടുത്തത് അത് ഒരു ഇതാണ്. The name William Stern is closely associated with. The name William Stern is closely associated with. William Stern, emotional quotient, multiple intelligence, intelligence test, intelligence quotient. Intelligence quotient. Emotional quotient, multiple intelligence, intelligence test, intelligence quotient, IQ. ഇതിൽ ഏതാണ് വില്യം സ്റ്റേൺ? IQ. Intelligence quotient. Intelligence test അല്ല, intelligence quotient. ഓപ്ഷൻ ഡി. ഇനി അടുത്തത്, നൽകിയിരിക്കുന്ന ഘടകങ്ങളിൽ ഒന്നൊഴികെ മറ്റുള്ളവയെല്ലാം ബുദ്ധി പരീക്ഷാ സ്കോറിനെ സ്വാധീനിക്കുന്നതിൽ പ്രസക്തമാണ്. ഇതിൽ പ്രസക്തമല്ലാത്ത ഘടകം: എ പഠന നേട്ടം, ബി സാമൂഹ്യ സാമ്പത്തിക നിലവാരം, സി പാരമ്പര്യം, ഡി ലിംഗം. നൽകിയിരിക്കുന്ന ഘടകങ്ങളിൽ ഒന്നൊഴികെയെല്ലാം ബുദ്ധി പരീക്ഷാ സ്കോറിനെ സ്വാധീനിക്കുന്നതിൽ പ്രസക്തമാണ്. ഇതിൽ പ്രസക്തമല്ലാത്ത ഘടകം: പഠന നേട്ടം, സാമൂഹ്യ സാമ്പത്തിക നിലവാരം, പാരമ്പര്യം. സാമൂഹ്യ സാമ്പത്തിക നിലവാരം. ഡി ആണ്, ലിംഗമാണ്. ആൺകുട്ടി പെൺകുട്ടി എന്ന് പറയുന്ന ആ ഒരു ലിംഗ വ്യത്യാസം ബുദ്ധി പരീക്ഷാ സ്കോറിനെ സ്വാധീനിക്കാറില്ല.
സാമൂഹ്യ സാമ്പത്തിക നിലവാരമൊക്കെ ഒരു പരിധി വരെയെങ്കിലും ബുദ്ധി നിലവാരത്തെ സ്വാധീനിക്കും. 13 ബുദ്ധി പരീക്ഷ നടത്തുന്നതിലൂടെ കണ്ടെത്താവുന്നത്. അതായത് ബുദ്ധി പരീക്ഷ നടത്തുന്നതിലൂടെ കണ്ടെത്താവുന്നത്: എ വ്യക്തി വ്യത്യാസങ്ങൾ, ബി ബുദ്ധിമാന്യം, സി വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ, ഡി മേൽപ്പറഞ്ഞവയെല്ലാം. ഒരു ബുദ്ധി പരീക്ഷയിലൂടെ നമുക്ക് വ്യക്തി വ്യത്യാസങ്ങളും ബുദ്ധിമാന്ദ്യവും വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത്, റീത്തയുടെ ബുദ്ധിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ശരീര ചലനപരം എന്നാണ്. നോക്കട്ടെ, റീത്തയുടെ ബുദ്ധിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ശരീര ചലനപരം എന്നാണ്. ഏത് ബുദ്ധി സിദ്ധാന്തമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? 1 പൊതുബുദ്ധി സംബന്ധിച്ച സിദ്ധാന്തം, 2 ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം, 3 ട്രയാർട്ടിക് സിദ്ധാന്തം, 4 വൈകാരിക ബുദ്ധി സിദ്ധാന്തം. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം. അടുത്ത ക്വസ്റ്റ്യൻ, രമേഷ് മാഷ് ട്രയാർട്ടിക് അല്ല ടീച്ചർ, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തമാണ്, അതായത് ശരീര ചലനപരമാണ്. രമേഷ് മാഷ് ക്ലാസ്സിൽ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളും അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നൽകി. ഗ്രൂപ്പ് പ്രവർത്തനങ്ങളും അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും കുട്ടികളുടെ ഏതുതരം ബുദ്ധി വർദ്ധിപ്പിക്കാനാണ് ഈ പ്രവർത്തനം സഹായിക്കുന്നത്? എ ആന്തരിക വൈയക്തിക ബുദ്ധി, ബി ശാരീരിക ചലനപരമായ ബുദ്ധി, സി ഭാഷാപരമായ ബുദ്ധി, ഡി വ്യക്തിയാന്തര ബുദ്ധി. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിൽ നടക്കുന്ന നാടകാവതരണത്തിൽ ബഹുമുഖ ബുദ്ധിയുടെ ഏതു തലത്തിലാണ് താരതമ്യേന കുറഞ്ഞ പരിഗണന ലഭിക്കുന്നത്? ഒന്ന് ശ്രദ്ധിച്ചോണം. ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിൽ നടക്കുന്ന നാടകാവതരണത്തിൽ ബഹുമുഖ ബുദ്ധിയുടെ ഏതു തലത്തിലാണ് താരതമ്യേന കുറഞ്ഞ പരിഗണന ലഭിക്കുന്നത്? ശാരീരിക ചലനപരമായ ബുദ്ധി, ഗണിതപരമായ ബുദ്ധി, വ്യക്തിയാന്തര ബുദ്ധി, സ്ഥലപരമായ ബുദ്ധി. ഗണിതപരമായ ബുദ്ധി. ഗണിതപരമായ ബുദ്ധി. ബുദ്ധികളും നാടകവുമായി ബന്ധപ്പെടുത്ത അല്ലെ, ശാരീരിക ചലനപരമായ ബുദ്ധി അഭിനയവുമാണ്. ദെൻ അതുപോലെ തന്നെ വ്യക്തിയാന്തര ബുദ്ധി വേണം അവിടെ, അതുപോലെ സ്ഥലപരമായ ബുദ്ധിയും വേണം ഒരു നാടകം നടത്തുമ്പോൾ അല്ലെ. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. 5ാം തരത്തിൽ പഠിക്കുന്ന അമൃതയും ആഷ്നയും അവരുടെ 12ാമത് പിറന്നാൾ കഴിഞ്ഞ ആഴ്ച ആഘോഷിച്ചു. അവരിരുവരുടെയും മാനസിക വയസ്സ് 12 ആണെങ്കിൽ IQ എത്ര? 100. ആഷ്നയും അവരുടെ 12ാമത് പിറന്നാൾ കഴിഞ്ഞ ആഴ്ച ആഘോഷിച്ചു. അവരിരുവരുടെയും മാനസിക വയസ്സ് 12 ആണെങ്കിൽ IQ എത്ര? 100. 100 ആണ്. 100, 60, 80, 120 എന്നായിരുന്നു ഓപ്ഷൻ. 100 ആണ് ആൻസർ. അപ്പൊ ഇത് ഇത്രയും പലതവണ എന്റെ കയ്യിൽ കിട്ടിയ ക്വസ്റ്റ്യനകത്തിൽ നിന്ന് ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്തതായിരുന്നു കേട്ടോ. ഇത് പഠിപ്പിച്ച അത്രയും പോർഷൻ ക്ലിയർ ആയോ? ക്ലിയർ ആണ് മിസ്. താങ്ക് യു മിസ്. ക്ലിയർ ആണ്. ഈ ക്വസ്റ്റ്യനും കൂടെ ആയപ്പം ഏകദേശം ക്ലിയർ ആയി അല്ലേ? ക്ലിയർ ആയി മാഡം. താങ്ക് യു. ഓക്കെ ഓക്കെ. താങ്ക് യു ടീച്ചർ. താങ്ക് യു ടീച്ചർ. ഓക്കെ ടീച്ചറെ, അഞ്ജലി ടീച്ചറെ. ടീച്ചറെ ഇതുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഞാൻ നോട്ട്സ് ഷെയർ ചെയ്യാനായിട്ട് എല്ലാ ക്ലാസ്സിലും അവസാനം പറയാറുണ്ട്, ഇന്ന് ആരും ചെയ്യാറില്ല. നോട്ട്സ് എഴുതാത്തത് കൊണ്ടാണ്. ഒരു കുട്ടി മാത്രം ചെയ്ത് കണ്ടു, ഒരു ടീച്ചർ മാത്രം ചെയ്ത് കണ്ടു. നോട്ട്സ് നിങ്ങൾ ഷെയർ ചെയ്തത് മറ്റുള്ളവർക്ക് അത്രയും യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ എഴുതുന്നവർ ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക. നീ ഇപ്പൊ ഹാൻഡ് റൈറ്റിംഗ് മോശമാണ് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല. മറ്റുള്ളവർക്ക് ഒരു ഹെൽപ്പ് അല്ലേ നമ്മൾ അങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാല്. അപ്പൊ അത് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്യാട്ടോ. പിന്നത്തെ ഓക്കെ അങ്ങനെ ഷെയർ ചെയ്താൽ നമുക്കപ്പോ മറ്റു ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ നോട്ട് നമ്മൾ ഷെയർ ചെയ്യാം. നമുക്കിപ്പോ നിലവില് ഒരു 10 ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഒരു ഗ്രൂപ്പിൽ ഒരാൾ ചെയ്താൽ നമുക്ക് ബാക്കി ഗ്രൂപ്പുകളിലേക്കും കൂടി
ഡൊണേറ്റ് അടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, ഞാൻ അങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചിട്ട്. പിന്നെ അതിനുശേഷം 11 മണി മുതൽ ഞങ്ങളുടെ സ്കൂളിലത്തെ SRG ചെയ്യുന്നു ഗൂഗിൾ മീറ്റിൽ. അപ്പോൾ ആ സമയത്ത് ഞാൻ ബാക്കി വേറെ കാര്യങ്ങളിൽ ഷെഡ്യൂൾ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. ഇതൊക്കെയാണ് ഉണ്ടായത്. പിന്നെ മാഷ് ഫേസ്ബുക്കിൽ ഇട്ട സമയത്ത് പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ മെസ്സേജ് അയക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് മെസ്സേജ് അയക്കുക? ഞാൻ അയക്കണമെന്നുണ്ടെങ്കിൽ ഈ ടീച്ചറുടെ വിവരം കിട്ടണ്ടേ, ഈ ടീച്ചറുടെ സമ്മതം കിട്ടണ്ടേ മാഷോട് പറയണമെന്നുണ്ടെങ്കിൽ. ഞാനിത് മാഷോട് ഞാനാ ചെയ്തത് എന്നോ പിന്നെ വേറെ ആരെങ്കിലും ആണ് ചെയ്തത് എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ഫോട്ടോ ഷെയർ ചെയ്തു, കുട്ടികൾ അയച്ചു തന്ന ഫോട്ടോസ് മുഴുവൻ ഓരോരുത്തരും അയച്ചു തന്നത് സെറ്റ് ചെയ്താണെന്ന് മാത്രമേ അയച്ചിട്ടുള്ളൂ. ഞാനാ ചെയ്തതെന്നോ വേറെ ആരെങ്കിലും ആണ് ചെയ്തതെന്നോ ഇനിയിപ്പോൾ കേരളത്തിൽ ഞാൻ മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ, ഞാനാണ് ഫസ്റ്റ് ചെയ്തതെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇങ്ങനൊരു ഗ്രൂപ്പ് ഫോട്ടോ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സായി ടീച്ചറുടെ സ്റ്റാറ്റസ് കണ്ടിട്ട് എനിക്കും ഇങ്ങനെ ചെയ്യണമെന്ന് മോഹം ഉണ്ടായിരുന്നു പറഞ്ഞു. മാഷ്ക്ക് വേണ്ടി ഞാൻ അതിൻ്റെ മൊത്തം കാര്യങ്ങൾ വേണമെങ്കിൽ ഫോർവേഡ് ചെയ്ത് തരാം. ഞാനത് ക്ലിയർ ചാറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും എൻ്റെ ഫോണിലെ മെസ്സേജും പിന്നെ ഞങ്ങളുടെ സംസ്കാരം എല്ലാം അതിലുണ്ട്. ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. മാഷ്ക്ക് വേണ്ടി ഫുള്ള് ഫോർവേഡ് ചെയ്ത് തരാം. എൻ്റെ ടീച്ചർ പറഞ്ഞു, ടീച്ചർ അവരോട് പറയണ്ട, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ എടുത്തിട്ട് അയച്ചു തന്നു പറഞ്ഞിട്ട് പെരുന്നാളിൻ്റെ സമയത്താണ് ഞാനത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കൊടുക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യം തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ടീച്ചറുടെ ക്ലാസ്സിൽ കുറച്ച് കുട്ടികളേ ഉള്ളൂ, എൻ്റെ ക്ലാസ്സിൽ 41 കുട്ടികളുണ്ട്, ഈ കുട്ടികളെല്ലാവരെയും കൂടി ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ കഴിയുമോ, ഇങ്ങനെ ഒന്നിച്ച് നിർത്താൻ കഴിയുമോ ചോദിച്ചപ്പോൾ അതൊന്നും കുഴപ്പമില്ല ടീച്ചറെ, 3 വരിയാക്കിയിട്ട് നിർത്തിയിട്ട് ചെയ്തോളാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ടീച്ചറുടെ സമ്മതം കിട്ടിയിട്ടാണ് ഞാൻ അത് ഫോർവേഡ്. ഒരു ഗ്ലാസ് ടീച്ചറെ പറഞ്ഞല്ലോ, ഇത് എനിക്ക് നേരിട്ട്
ടീച്ചറിന്റെ കാര്യമാണെങ്കിൽ സോറി ടീച്ചറെ, യഥാർത്ഥത്തില് അത് സായി എന്നല്ല, ഒരു പക്ഷെ ടീച്ചർ ആണെങ്കിൽ പോലും ഇത്തരം ഒരു കാര്യത്തിൽ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കയറി ഇടപെട്ട് പോകും. അത് ശീലം ഇനി മാറ്റിയെടുക്കാം, ഇനിയിപ്പോ അല്ലാതെ അത് നടക്കത്തുള്ളൂ. പിന്നെ ഇത് അന്ന് കണ്ടപ്പോഴ് ഇത് സായി ചെയ്ത് നമ്മളുടെ അഡ്മിൻസ് ഗ്രൂപ്പിലാണല്ലോ ആദ്യം ഇട്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ FB ഇട്ടു, മറ്റേ ഇതിലിട്ടു. ഇത് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ കുട്ടികളുടെ ഫോട്ടോ കളക്ട് ചെയ്ത് പോകുന്ന സമയത്ത് തൊട്ടേ അത് പറയുന്നുണ്ട്, ടീച്ചറെ ജയിച്ചപ്പോഴും ഒക്കെ. പക്ഷെ അതിനൊന്നും ഞാൻ വലിയൊരു പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ചെയ്തില്ല, അത് സത്യമാണ്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ചില ആളുകളെങ്കിലും അത് നേരിട്ടും എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അല്ലാതെയും പറയുന്നുണ്ട്, ഞാൻ സായിനെ കയറി വല്ലാണ്ട് പ്രൊമോട്ട് ചെയ്യുന്നു എന്നൊരു പരാതി വരും. അപ്പൊ ആ ഒരു പരാതി കിടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ അധികം മൈൻഡ് ചെയ്യാതെ വിടും. എന്തിനാ ആവശ്യമില്ലാത്ത പേരുദോഷം നമ്മൾ പിടിച്ചു വെക്കുന്നത്? ഇപ്പൊ എനിക്ക് സായി ആയാലും സൂര്യ ടീച്ചർ ആയാലും എല്ലാവരും നമ്മൾ ഈ പറഞ്ഞ ഓൺലൈൻ രീതിയിൽ പരിചയപ്പെട്ടു, പല സന്ദർഭങ്ങളിലായിട്ട് പലയിടത്ത് കിടക്കുന്നത് തമ്മിൽ പരിചയപ്പെട്ടു. അപ്പൊ ചിലരെയൊക്കെ കണ്ടിട്ട് പോലും ഇല്ല, കണ്ടിട്ടുള്ളവരുണ്ട്, സൂര്യ ടീച്ചറിനെ ഒരിക്കലും കണ്ടിട്ടുണ്ട്, ചിലരെ അതുപോലും ഇല്ല. അപ്പോ നമുക്കിടയിൽ ആവശ്യമില്ലാത്ത വിദ്വേഷങ്ങളോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് പരസ്പരം അറിയും. പക്ഷെ ചിലർ അങ്ങനെയൊന്നും അല്ല, ഇത്തരം കാര്യങ്ങളൊക്കെ കാണുന്നതെന്ന് തിരിച്ചറിയുന്നതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ അത് അതിന്റെ വഴിക്ക് കൂടെ പോകട്ടെ എന്ന് വരും. അപ്പോ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ സായിയുടെ ഇന്നിപ്പോ സൂര്യ ടീച്ചറിന് വേണ്ടി കലാരം മാഷ് ചെയ്ത അതേ കുറിപ്പ് ചിലപ്പോൾ സായിയുടെ പേരിൽ ഞാൻ എഴുതിയിരിക്കുകയോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്തേ. ചിലപ്പോൾ ഞാൻ തന്നെ കലാരം മാഷിനെ എടുത്ത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തേ. പക്ഷെ ഇതൊന്നും വേണ്ട എന്ന് മനഃപൂർവ്വം ശ്രമിക്കുക, അതുകൊണ്ട് വിട്ടത് തന്നെ. അപ്പൊ അതേപോലെ തന്നെ ഇനി ഇത്തരം കാര്യങ്ങളിലൂടെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും മറ്റൊരാളുടെ പേരിൽ കണ്ടോണ്ടുള്ള ഒരു വിഷമം കൊണ്ട് പ്രതികരിച്ചു പോയതാണ്. ഇനി ഇങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിട്ടേക്കാണ്. അവിടെ നമ്മൾക്ക് യാതൊരു കാര്യമില്ല. ഇപ്പൊ യഥാർത്ഥത്തില് സൂര്യ ടീച്ചറിന് എന്നോട് മാനസികമായിട്ടൊരു മുഷിപ്പ് തോന്നിയതാണ്. അതിനപ്പുറത്തേക്ക് യാതൊരു പ്രയോജനം ഇല്ല എന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് ഇനി ഇത്തരം കാര്യങ്ങളിൽ ഞാനും ഇടപെടാതിരിക്കാനാണ് ശ്രമിക്കുക. അതെ, എല്ലാവരും ജോയിൻ ചെയ്യുന്നതേ ഉള്ളായിരുന്നു കേട്ടോ. നമുക്ക് ക്ലാസ് എടുക്കാനുള്ള സാർ ഇപ്പം കയറിയതേ ഉള്ളൂ, അതാ.